السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهدي الله فلا مضل له ومن يضلل فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. إن نريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أم حسبتم أن تدخلوا الجنة ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين معهم متى نصر الله ألا إن نصر الله قريب. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സത്യമറിയാനും മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് ജീവിതത്തെ കെട്ടിപ്പടുക്കാനും ആഗ്രഹിക്കുന്ന സത്യാന്വേഷികളായ സുഹൃത്തുക്കളെ, മക്കയിലേക്കുള്ള പാത എന്ന ദ്വിദിന പ്രഭാഷണ പരമ്പരയുടെ രണ്ടാമത്തെ ദിവസമായ ഇന്ന് വളരെ ഗൗരവപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുകയും കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി വിലയിരുത്തുകയും ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, ഇന്നലെ പറഞ്ഞ ചില കാര്യങ്ങളുടെ തുടർച്ച തന്നെയാണല്ലോ ഇന്ന് വിശദീകരിക്കപ്പെടുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മക്കയിൽ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഭാര്യയായ ഹാജറ ബീവിയെയും ഏൽപ്പിച്ചു പോകുമ്പോൾ തിരിച്ച് ഈജിപ്തിലേക്കുള്ള തന്റെ യാത്ര, പിന്നീട് ജുർഹൂം ഗോത്രത്തിൽ നിന്ന് മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം വിവാഹം കഴിക്കുകയും പിന്നെ മകനെ കാണാൻ വേണ്ടി ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മക്കത്തേക്ക് മടങ്ങി വരുന്ന ചരിത്രത്തിലെ രംഗമുണ്ട്. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വീട്ടിലില്ലാത്ത സന്ദർഭത്തിലാണ്
ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കത്തേക്ക് വരുന്നത്. അന്ന് മരുമകളുടെ സ്വഭാവവും അവളുടെ ആവലാതിയും ഒക്കെ കേട്ട് പോകുന്ന സമയത്ത് ഇബ്രാഹിം നബി മരുമകളോട് പറഞ്ഞു, നിന്റെ ഭർത്താവ് വരുന്ന സമയത്ത്, ഇസ്മായിൽ വരുന്ന സമയത്ത് ഉംറപ്പടി മാറ്റിവെക്കാൻ ബാപ്പ പറഞ്ഞു എന്ന് പറയണം. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു വന്നപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ ബാപ്പ വന്ന വിവരവും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്ന വിവരവും ഉംറപ്പടി മാറ്റിവെക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ആ പറഞ്ഞതിന്റെ പൊരുള് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് യോജിച്ച ഭാര്യയായിരുന്നില്ല എന്നാണ് പറഞ്ഞതിനർത്ഥം. അതുകൊണ്ട് ന്യായമായും അവളെ വിവാഹമോചനം ചെയ്ത് രണ്ടാമതൊരു വിവാഹം ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർവഹിച്ചു. പിന്നീട് വീണ്ടും ഇബ്രാഹിം നബി മക്കത്ത് വരുന്നുണ്ട്. ആ വരവിൽ അദ്ദേഹം മരുമകളിൽ നിന്നും ഹൃദ്യമായ സ്വീകരണം ഏറ്റുവാങ്ങുകയും ഉംറപ്പടി ഉറപ്പിച്ചു നിർത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്ന് സഹീഹായ ഹദീസുകളിൽ നാം വായിക്കുന്നു. ശേഷം വീണ്ടും മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കത്ത് വരുമ്പോൾ മകൻ ഇസ്മായിൽ നബിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, പൊന്നുമോനെ, അള്ളാഹു എനിക്ക് ഒരു വലിയ ഉത്തരവാദിത്തം, ആ കാര്യത്തിൽ നിന്റെ സഹകരണമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് അള്ളാഹുവിന്റെ ഭവനം പടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ്, കാബാലയം പടുക്കുക എന്ന ഉത്തരവാദിത്തം. വൈദ് യർഫഉ ഇബ്രാഹിമുൽ ഖവായിദ മിനൽ ബൈതി വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. വൈദ് യർഫഉ ഇബ്രാഹിമുൽ ഖവായിദ മിനൽ ബൈതി വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇബ്രാഹിം നബിയും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമും കാബാലയം പടുത്തുയർത്തി. അങ്ങനെ കാബ പടുത്തുയർത്തുമ്പോൾ കല്ലുകൾ പടവുകളാക്കി വെക്കുന്നതിന് വേണ്ടി ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കല്ല് കൊണ്ടുപോയി കൊടുത്തു. അതിൽ ചവിട്ടിക്കയറി നിന്നുകൊണ്ടാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കാബാലയം പടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അവർ രണ്ടുപേരും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, പടച്ചവനെ, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, നാഥാ, നീ ഞങ്ങളിൽ നിന്നത് സ്വീകരിക്കണേ, നീ എല്ലാം കേൾക്കുന്നവനാണ്, നീ എല്ലാം അറിയുന്നവനാണ് തമ്പുരാനെ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്, അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്, പടച്ചവന്റെ കൽപ്പന പൂർത്തീകരിച്ചതിന് ശേഷമുള്ള പ്രാർത്ഥനയാണ്. അതൊരു മാതൃകയാണ്. സൂറത്ത് ബഖറയിലെ 127-ാമത്തെ സൂക്തത്തിലൂടെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, പടച്ച തമ്പുരാനെ, അല്ലാഹുവേ, പടച്ച തമ്പുരാനെ, നീ ഞങ്ങളിൽ നിന്ന് ഈ കർമ്മം സ്വീകരിക്കണേ, ഞങ്ങളിൽ നിന്ന് ഈ കർമ്മം സ്വീകരിക്കണേ നാഥാ. അപ്പൊ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ പടുത്തുയർത്തിയിട്ടുള്ള കാബാലയം, അതുമായി ബന്ധപ്പെട്ട ചരിത്രമാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ നേരെ ചരിത്രത്തിന്റെ ഒരുപാട് കാലങ്ങളെ അല്പം മറന്നുകൊണ്ടാണ് ഇനി നമ്മൾ സഞ്ചരിക്കുന്നത്. ഇനി മക്കയിൽ പ്രവാചക തിരുമേനിയുടെ ജന്മം മുതൽ ഇങ്ങോട്ടുള്ള വളരെ ശ്രദ്ധേയമായ ചില ചരിത്ര സംഭവങ്ങളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ പോകുന്നത്. അത് നമ്മൾ പരിശോധിക്കുകയും മനസ്സിലാക്കുകയും വിലയിരുത്തുകയും കാര്യങ്ങളെ സത്യസന്ധമായി വിലയിരുത്തുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട് എന്ന അടിസ്ഥാനത്തിൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ആനക്കലഹത്തിന് ശേഷം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുള്ളയുടെയും ആമിന ബീവിയുടെയും മകനായി പരിശുദ്ധ മക്കത്ത് ഖുറൈശി ഗോത്രത്തിൽ ഭൂജാതനായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മവുമായി ബന്ധപ്പെട്ട് കുറേയേറെ അതിശയോക്തികൾ കലർന്ന കള്ളക്കഥകൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് ലോകത്തിന്റെ നാനാഭാഗത്ത്.
യാഥാർത്ഥ്യങ്ങൾ തന്നെ പറയാൻ ഒട്ടൊക്കെ ഉണ്ടായിട്ടും അയാഥാർത്ഥ്യങ്ങൾ പറയുകയും അതിനെ പൊലിപ്പിക്കുകയും അതിനേറെക്കുറെ ജനസമ്മതി നേടുകയും ചെയ്യുക എന്നതാണ് ആധുനിക കാലഘട്ടത്തിലെ മനുഷ്യന്റെയും പണ്ഡിതന്മാരുടെയും ഒരു പ്രവണത എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബിയെ പറ്റി ഉള്ളത് തന്നെ പറയാനേറെ, എന്നാൽ ആളുകൾ ഇല്ലാത്തത് പറയാനാണ് ആളുകൾക്ക് വലിയ ഇഷ്ടം. നബിയുടെ സ്വഭാവം, നബിയുടെ മഹത്വം, നബിയുടെ ജീവിതം, നബി എന്ന മഹാനുഭാവൻ, നബി എന്ന തൊഴിലാളി, നബി എന്ന മുതലാളി, നബി എന്ന ഭരണാധികാരി, നബി എന്ന യുദ്ധം പരാജയപ്പെട്ട യോദ്ധാവ്, നബി എന്ന സൈന്യം നയിച്ച സൈന്യാധിപൻ, അങ്ങനെ ലോകത്ത് എന്തൊക്കെയാ നബിയെ പറ്റി പറയാനുണ്ട്. പക്ഷെ അതൊന്നും പറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപ്പിന്റെ മഹത്വം, കാഷ്ടത്തിന്റെയും മൂത്രത്തിന്റെയും മഹത്വം, അങ്ങനെ ലോകത്തെ മനുഷ്യന്മാരുടെ മുമ്പിൽ നബിയെ അവഹേളിക്കുന്ന, നിന്ദിക്കുന്ന, പരിഹസിക്കുന്ന അനവധി ആളുകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. അതുമായി ഇന്ന് നമുക്കെന്ത് ബന്ധം? അല്ലെങ്കിൽ പ്രവാചകന്റെ സഹാബികൾ നബിയുടെ ഒളുവിന്റെ വെള്ളം ഉപയോഗിച്ചതുമായി നമുക്കിന്നെന്ത് ബന്ധം? ആ കാലം കഴിഞ്ഞു. നമ്മളോട് അല്ലാഹു പറഞ്ഞത് വല്ലദീന ആമനു, നിങ്ങൾ വിശ്വസിക്കുകയും അദ്ദേഹത്തെ പിന്തുടരുകയും അദ്ദേഹത്തെ സഹായിക്കുകയും അദ്ദേഹത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ട പ്രകാശത്തിന്റെ പിന്തുടർച്ച അവകാശികളായി തീരുകയും ചെയ്യുക എന്ന മഹത്തായ ഉത്തരവാദിത്തമാണ് ആധുനിക മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂജാതമാകുന്ന മണ്ണ് നമുക്കറിയാവുന്ന പോലെ അറേബ്യ എന്ന് പറയുന്ന സമൂഹത്തിലെ എല്ലാവിധ ജീർണതകളും, പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചുമുടി എന്ന് ഞാൻ പറഞ്ഞു. ഒരു സ്ത്രീ തന്നെ 10 പുരുഷന്മാരുമായി ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുകയും കുഞ്ഞിന്റെ കാല് കണ്ട് അതിന്റെ കാലിന്റെ പള്ളഭാഗം കണ്ട് കുട്ടിയെ നിർണയിക്കുകയും വിരലുകൾ കണ്ട് നിർണയിക്കുകയും ചെയ്ത ജാഹിലിയ കാലഘട്ടം. ഒരു ഒട്ടകത്തെ കൊണ്ടുപോയി മുക്കിവെച്ചാൽ മുങ്ങിപ്പോകുന്ന കള്ളിന്റെ ബാരലുകൾ ഉണ്ടായിരുന്ന അറബ് ജനത, സകലമാന ജീർണതകളും നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് നൂറ്റാണ്ടുകളോളം യുദ്ധം ചെയ്തിരുന്ന ഒരു ജനത. എല്ലാ അർത്ഥത്തിലും ഇരുട്ടിലായിരുന്നു ആ ജനത എന്ന് നമുക്കറിയാം. അവിടേക്കാണ് അള്ളാഹുവിന്റെ റസൂൽ പൂജാതനാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചപ്പോ വിഗ്രഹങ്ങൾ തലകുത്തി നിന്നു. പൊട്ടക്കഥയാണ്, കള്ളക്കഥയാണ്. നബിയുടെ മഹത്വവൽക്കരിക്കാൻ നുണ പറഞ്ഞിട്ട് വേണോ? അതിനാവശ്യമില്ലല്ലോ. മാത്രമല്ല, നിങ്ങൾക്കറിയാലോ, ഒരാളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരാൾ മൂത്രയിച്ചു പോവുകയാണെങ്കിൽ അയാളെ കണ്ടാ പിന്നെ എന്താ ഉണ്ടാവുണ്ട്? രണ്ടും നടക്കണം, അല്ലേ? നബി ജനിച്ചു എന്ന് പറഞ്ഞപ്പോ തന്നെ വിഗ്രഹങ്ങൾ തലകുത്തി. പിന്നെ നബി പ്രവാചകനായ വിഗ്രഹങ്ങൾ പൊടിയണല്ലോ. മക്കത്തേക്ക് കയറി ചെല്ലുമ്പോ വിഗ്രഹങ്ങൾ ഇങ്ങനെ തല നോക്കി നിൽക്കുക, ഒന്നും പ്രശ്നമില്ലാതെ. എന്നിട്ട് നബി സ്വന്തം കൈകൊണ്ടെടുത്ത് പുറത്തേക്ക് ഇട്ട് കുത്തി പൊട്ടിക്കുക, അല്ലേ? ജനിച്ചു എന്ന് പറഞ്ഞപ്പോ തന്നെ തലകുത്തിയ പിന്നെ പ്രവാചകനായ എന്താവണം? അപ്പൊ കള്ളകഥ പറഞ്ഞാ പിന്നെ ചോദ്യങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. വെറുതെ പറയാ, ഇല്ലാത്തത് പറയാ. പ്രവാചകന്റെ മഹത്വം തന്നെ ഉള്ളത് പറഞ്ഞാൽ തീരാത്തത്ര. ഞാൻ ഇന്നലെ പറഞ്ഞു, ലോകത്ത് വമ്പിച്ച സ്ഥാനം, എല്ലാ അർത്ഥത്തിലും ഒരു സെക്കൻഡും നിലക്കാത്ത പ്രവാഹം. ഇവിടെ അസറാണെങ്കിൽ അവിടെ മഗ്രിബ്, അവിടെ മഗ്രിബാണെങ്കിൽ ഒരിടത്ത് ഇശ, ഒരിടത്ത് സുബൈ, ഒരിടത്ത് ലോഹർ, അവസാനിക്കാത്ത ബാങ്കുകൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ. അവിടെയൊക്കെ നബിയുടെ കീർത്തി, ന്യായമായ നബിയുടെ സ്വഭാവം, നബിയുടെ പെരുമാറ്റം എല്ലാം ആ നിലക്ക് പ്രവാചകന്റെ പ്രവാചകത്വത്തിനു മുമ്പുള്ള കാലം അല്ലമീനായി, ഉന്നതനായ വ്യക്തിയായി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വ്യക്തിത്വമായി, സകലവിധ ജീർണതകളിൽ നിന്ന് മുക്തനായി, അല്ലേ? എത്രത്തോളം എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ ജീവിതത്തിന്റെ നൊമ്പരങ്ങൾ അത് പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ മക്കയിലേക്കുള്ള ഈ പാതയിൽ എത്ര പറഞ്ഞാലും തീരാത്ത അനുഭവങ്ങളുടെ, അനാഥത്വത്തിന്റെ കയ്പുനീരുകൾ കുടിച്ചില്ലേ? നമ്മൾ പറയാറുണ്ട്, ഓമനാ മുഹമ്മദീനെ ഓത്തിനായച്ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിതാവിനെ കണ്ടിട്ടില്ല, ബാപ്പാന്റെ മുഖം കണ്ടിട്ടില്ല. മാത്രവുമല്ല, അബ്ദുൽ മുത്തലിബിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മോനായിരുന്നു. 100 ഒട്ടകത്തെയാണ് അവിടെ ഉണ്ടായിരുന്ന ദേവീദേവന്മാർക്ക് അബ്ദുൽ മുത്തലിബ് ബലി കഴിച്ചിട്ടുള്ളത് അബ്ദുള്ളക്ക് വേണ്ടി. അത്ര ഇഷ്ടപ്പെട്ട ആ അബ്ദുള്ളയുടെ മുഖം കാണാൻ, ബാപ്പാന്റെ മുഖം കാണാൻ, വാപ്പാന്റെ വിരൽ പിടിച്ചു നടക്കാൻ, വാപ്പാന്റെ മടിയിലിരിക്കാൻ, വാപ്പാന്റെ മാറിന്റെ ചൂടേറ്റ് വളരാൻ സൗഭാഗ്യം ലഭിക്കാതെ പോയ
അനാഥ ബാലനായിരുന്നു പ്രിയപ്പെട്ടവരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അനാഥത്വം പേറി ജീവിച്ചവരൊക്കെയും പലപ്പോഴും ജീവിതത്തിന്റെ പല വ്യതിയാനങ്ങൾക്കും വിധേയമായി, ഓളങ്ങൾക്കും താളങ്ങൾക്കും കാലഘട്ടത്തിന്റെ പുതിയ പുതിയ വ്യതിയാനങ്ങൾക്കും വിധേയമായി നിയന്ത്രിക്കാനാളില്ലാതെ, കൊണ്ടു നടക്കാനാളില്ലാതെ, സ്നേഹിക്കാനാളില്ലാതെ ജീവിച്ചു പോന്ന അനുഭവങ്ങളാണ് ലോകത്ത് നമ്മൾ കാണുന്നത്. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉത്സവം കാണണമെന്ന് തോന്നി നബിക്കൊരിക്കൽ പ്രവാചകത്വത്തിന്റെ മുമ്പ്. പക്ഷേ അള്ളാഹു അദ്ദേഹത്തെ മരച്ചുവട്ടിൽ ഉറക്കിക്കിടത്തി. അള്ളാഹുവിന്റെ റസൂല് അനാവശ്യം കണ്ടുകൂടാ, അള്ളാഹുവിന്റെ റസൂല് അനാവശ്യങ്ങൾ കേട്ടുകൂടാ, അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ പാടില്ലാത്തത് കണ്ടുകൂടാ. കാരണം എന്താ? കാരണം കണ്ണുകൾ ചോദ്യം ചെയ്യപ്പെടും പരലോകത്ത്, അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നിങ്ങളുടെ കേൾവി, നിങ്ങളുടെ കാഴ്ച, നിങ്ങളുടെ ചിന്താശേഷി നാളെ മഹ്ശറയിൽ വിചാരണക്ക് വിധേയമാക്കപ്പെടും. എന്തു കണ്ടോ, എന്ത് കേട്ടു, എന്തറിഞ്ഞു, എന്തുൾക്കൊണ്ടു എന്ന് പരലോകത്ത് ചോദ്യമുണ്ട് എന്ന് 17-ാം അധ്യായം സൂറത്ത് ഇസ്രാ 36-ാമത്തെ സൂക്തമാണ്. ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹ് അസുമ്മും ബുക്കുമുൽ ലദീന ലാ യഅഖിലൂൻ. ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹ് അസുമ്മും ബുക്കുമുൽ ലദീന ലാ യഅഖിലൂൻ. സൂറത്ത് ആറാഫിൽ പടച്ചതമ്പുരാൻ സൂറത്ത് അൻഫാലിൽ 8-ാം അധ്യായത്തിൽ 20കൾക്ക് ശേഷം അള്ളാഹു പറയുന്ന സൂക്തമാണ്. 22, 23, 24 സൂക്തങ്ങളിലൂടെ കടന്നു വന്നാൽ ഈ കാര്യം നമുക്ക് കാണാം. കണ്ണുണ്ടായിട്ട് കാണാതെ, കാതുണ്ടായിട്ട് കേൾക്കാതെ, ഹൃദയമുണ്ടായിട്ട് ചിന്തിക്കാതെ ജീവിക്കുന്നവർ അവർ നാൽക്കാലികളെ പോലെയാണ് എന്ന്. അതുകൊണ്ട് തന്നെ കണ്ണ് അനാവശ്യങ്ങൾ കണ്ടുകൂടാ, കണ്ണ് അനാവശ്യങ്ങളെ പ്രാപിച്ചുകൂടാ, കാതുകൾ അനാവശ്യങ്ങളെ കേട്ടുകൂടാ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉറക്കിക്കിടത്തി. ഉത്സവം കഴിഞ്ഞ് പ്രവാചകൻ ഉണർന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, നബിയുടെ കുട്ടിക്കാലം അത് എല്ലാം പറയാൻ നമുക്ക് സമയമില്ല. കാരണം വിഷയം വളരെ വിശാലമാണ്. നമ്മൾ ഏറെക്കുറെ ഒരു സമുദ്രത്തിന്റെ ആദ്യ ഭാഗങ്ങൾ കടന്നുപോയിട്ടില്ല. ഇനിയും സാഗരം ബാക്കി നിൽക്കുന്നു. തിരമാലകളെ ആർത്തിരമ്പിക്കടന്ന് കീറിമുറിച്ച് നമ്മുടെ ഈ മക്കയിലേക്കുള്ള പാതയാകുന്ന ഈ പാതയിൽ നമുക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാ ഭാഗങ്ങളും വിശദമായി ചർച്ച ചെയ്യുക സാധ്യമല്ല. ആഗ്രഹമുണ്ടെങ്കിലും, നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും, അത് അനിവാര്യമാണെങ്കിലും, പ്രത്യേകിച്ചും മക്കയെക്കുറിച്ചുള്ള ആധുനിക മുസ്ലിം സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളിൽ അനവധി വ്യതിയാനങ്ങൾ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും മക്കയെക്കുറിച്ച് കൂടുതൽ പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് തീർച്ചയായും ഇത്തരമൊരു വിഷയം ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന ഗൗരവകരമായ തോന്നൽ, ആവശ്യപ്പെടൽ, അഭിപ്രായമാരായൽ, അങ്ങനെയാണ് നമ്മൾ ഇത്തരമൊരു കവാടത്തിലേക്ക് കടന്നു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്പം കഴിഞ്ഞു ഹലീമയുടെ സംരക്ഷണത്തിൽ മുലകുടിപ്രായം അങ്ങനെ വളർന്നു. അന്ന് അറേബ്യയിൽ ഉണ്ടായിരുന്ന സമ്പ്രദായം കുട്ടികൾക്ക് ആരോഗ്യമുണ്ടാകാൻ, കുട്ടികൾക്ക് നല്ല ഭാഷ കൈവശം വരാൻ, നല്ല സംസാര വൈഭവം ഉണ്ടാകാൻ അങ്ങനെ അവർ വളർത്തിയിരുന്നു. ഹലീമയായിരുന്നു. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടന്നു പോകുന്നില്ല. പിന്നീട് ആമിന ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ 6-ാം വയസ്സിൽ കുട്ടിയായിരുന്നപ്പോ മദീനത്തേക്ക് ബാപ്പാന്റെ ഖബർ കാണിക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. പിതൃവ്യന്മാരെ കാണാൻ പോകുന്നുണ്ട്. അവിടെ നിന്ന് മടങ്ങവേ ആമിന ബീവി രോഗം ബാധിക്കുകയും മരിക്കുകയും ചെയ്തു. വീണ്ടും ഉമ്മു ഐമന്റെ കൂടെ 5 ഒട്ടകങ്ങൾ ബാക്കി ഉമ്മു ഐമന്റെ കൂടെ റസൂലുള്ള മക്കത്തേക്ക് വീണ്ടും മടങ്ങി വന്നു. താങ്ങാനാവാത്ത ദുഃഖങ്ങൾ. വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ കലാ വലല്ലാഖിറതു ഖൈറുൽ ലക മിനൽ ലൂലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ അലം യജിദ്ക യതീമൻ ഫആവാ വവജദക ളാല്ലൻ ഫഅദാ. അനാഥനായി നിന്നെ നാം കണ്ടോ. അനാഥത്വത്തിന്റെ സമസ്ത കയ്പുനീരുകളെയും കുടിച്ച് ആ പ്രവാചകൻ മക്കത്ത് വളർന്നു എന്ന്. മക്കമാവട്ടെ ചൂടുള്ള രാജ്യം, ജീവിതാനുഭവങ്ങളാവട്ടെ ഏറെ ചൂടുള്ളതാണ്. പ്രവാചകന്റെ ജീവിതത്തിൽ അനുഭവങ്ങൾ ഏറെ തീക്ഷണമായ അനുഭവങ്ങളാണ്. എല്ലാം കണ്ടും കേട്ടും എല്ലാം അറിഞ്ഞും ആ രാജ്യത്തുണ്ടായിരുന്ന സമസ്ത ജീർണതകളിൽ നിന്നും ഒന്നുപോലും ജീവിതത്തിൽ ആവാഹിക്കാതെ പരമപരിശുദ്ധനായി ജീവിച്ച മുഹമ്മദ് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം ലോകത്തൊരാൾക്കും അവകാശപ്പെടാനില്ലാത്ത ചരിത്രമാണ്. ലോകത്തൊരു മനുഷ്യന്റെ എല്ലാ മേഖലകളിലും ഒരു വിരൽ ചലിപ്പിച്ചതുപോലും റെക്കോർഡാണ് നബിയെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തിന്റെ മീശ എങ്ങനെ, അദ്ദേഹത്തിന്റെ മുടി എങ്ങനെ, അദ്ദേഹത്തിന്റെ നെറ്റിത്തടം എങ്ങനെ, അദ്ദേഹത്തിന്റെ കവിൾത്തടം എങ്ങനെ, അദ്ദേഹത്തിന്റെ താടിയുടെ ആകൃതി എന്ത് എന്നെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്.
തുർമുദിയുടെ റിപ്പോർട്ടിൽ ഒരു ദിവസം 20 തവണ പോലും അദ്ദേഹം ദന്തശുദ്ധി വരുത്തിയിരുന്നു എന്ന് വരെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നുണ്ട്. ലോകത്തൊരാചാരന്റെയും ചരിത്രം അങ്ങനെയില്ല. ഈസാ നബി ഭാര്യമാരോട് എങ്ങനെയാ പെരുമാറിയെന്ന് ക്രിസ്ത്യാനികളോട് ചോദിക്ക്, വട്ടപൂജ്യം. ഈസാ നബി മക്കളോട് എങ്ങനെ പെരുമാറിയത്? വട്ടപൂജ്യം. എന്താ? ഈസാ നബീനെ അള്ളാഹു നിയോഗിച്ച കാലഘട്ടവും നിയോഗിച്ച സമൂഹവും അതുമായി ബന്ധപ്പെട്ടതും മനുഷ്യനൊരു പരീക്ഷണമാണ് ഈസാ നബിയുടെ നിയോഗം എന്നതാണ് വസ്തുത. അല്ലെ, ലോകത്തിനൊരു വലിയ പരീക്ഷണം. എന്താ പരീക്ഷണം? ക്രൈസ്തവ ലോകത്തെ നമ്മളത് അറിയിക്കേണ്ടതുണ്ട്. എന്താ പരീക്ഷണം? ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയുന്ന ആ വാദം തീർച്ചയായും ഏറ്റവും കഠോരമായ ഒരു വാദമാണ്. ആകാശം പൊട്ടിപ്പിളരുമാറാകുന്ന വാദം, ഭൂമി വെണ്ടുകീറാറാകുന്ന വാദം, പർവ്വതങ്ങൾ സ്ഥാനം വിട്ട് ചലിപ്പിക്കുന്ന വാദം. സൂറത്ത് മറിയം 88, 89, 90 സൂക്തങ്ങളിലൂടെ കടന്നുപോയാൽ ഈ വസ്തുത വിശദീകരിക്കുന്നുണ്ട് ഖുർആൻ. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് എന്താ അവിടെ ഒരു പരീക്ഷണം എന്ന് ഞാൻ പറഞ്ഞത്? പിതാവില്ലാതെ ജനിച്ച കുട്ടി എന്ന നിലക്കാണ് ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയുന്നതെങ്കിൽ തീർച്ചയായും ഇന്ന മസല, വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, തീർച്ചയായും അള്ളാഹുവിന്റെ അടുത്ത് ആദമിന്റെ ഉദാഹരണം പോലെയാണ് ഈസയുടെ ഉദാഹരണം. ആദം അലൈഹിസ്സലാത്തു വസ്സലാം ബാപ്പയും ഉമ്മയും ഇല്ലാതെ ഉണ്ടായ കുട്ടിയാണ്, അള്ളാഹുവിന്റെ സവിശേഷമായ സൃഷ്ടിയാണ്. അപ്പൊ ബാപ്പയും ഉമ്മയില്ല എന്നുള്ളത് കൊണ്ട്, ബാപ്പല്ല എന്നുള്ളത് കൊണ്ട് ഒരാൾ ദൈവമാകുമെങ്കിൽ അതിന് ഏറ്റവും യോഗ്യൻ ആദം അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അതൊരു പരീക്ഷണമാണ്. വിശ്വാസരംഗത്ത് മനുഷ്യനൊരു പരീക്ഷണം. അവൻ എന്ത് മനസ്സിലാക്കും, അവൻ എന്ത് ഉൾക്കൊള്ളും, അവന് നൽകിയ ബുദ്ധിയെ അവൻ എങ്ങനെ വിജൃംഭിതമാക്കും എന്ന പരീക്ഷണം, എന്ന ഒരു വലിയ പരീക്ഷണം. പക്ഷേ അതിൽ വിജയിക്കാൻ ക്രൈസ്തവ ലോകത്തിന് സാധിക്കാതെ പോയി. നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ വലിയ ഉത്തരവാദിത്തമൊന്ന് ഈ കാര്യമാണ്. അബ്ദുൽ മുത്തലിബിന്റെ മരണം പ്രവാചകന് പ്രത്യേകമായി സ്ഥാനം നൽകിയിരുന്നു അബ്ദുൽ മുത്തലിബ് എന്ന് കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ വിരിപ്പിൽ അദ്ദേഹത്തിന്റെ മക്കൾക്ക് പോലും വന്നിരിക്കാൻ അവസരമുണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുമ്പോ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും വളരെ സന്തോഷത്തോടെ ഇരുത്തുകയും വാരിയെടുക്കുകയും സ്നേഹിക്കുകയും നല്ലത് പറയുകയും ഒക്കെ ചെയ്തു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഈ പ്രവാചകനെ വിമർശിക്കപ്പെടുന്നത് കാണുമ്പോ ഡെൻമാർക്കുകാരാ നിനക്ക് തെറ്റി എന്ന് പറയാനല്ലാതെ വയ്യ. ലോകത്ത് ഒരു മനുഷ്യനും ഇത്രമാത്രം സ്വീകരണം കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ലോകത്ത് ഇത്രയേറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരാളും വേറെയില്ല എന്നും നിങ്ങൾ മനസ്സിലാക്കണം. മക്ക എന്ന് പറയുന്ന സമൂഹം പ്രവാചകനെ എത്ര ആദരിച്ചു. ഒരിക്കൽ പോലും ആ പ്രവാചകൻ അവരൊന്നിനും നിർബന്ധിച്ചിട്ടില്ല. 40 വയസ്സുവരെ മദ്യപിക്കാത്ത പ്രവാചകനെ അവരാരും മദ്യപിപ്പിച്ചിട്ടില്ല. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത്രമാത്രം സ്നേഹം കൊടുത്തുകൊണ്ടാണ് അവർ വളർത്തിയത്. കാരണം അന്നുണ്ടായിരുന്ന ഒരു ചിന്മയും പ്രവാചകനിൽ ഉണ്ടായിരുന്നില്ല. ഒരു ചിന്മയും. ആ നാട്ടിൽ എന്തൊക്കെ ചെറുപ്പക്കാരെന്തൊക്കെ ആഘോഷത്തിലും ആവേശത്തിലും ഉൾക്കൊണ്ടോ അതൊന്നും. അങ്ങനെ വളർന്ന ഒരു വ്യക്തി, 40 വയസ്സുവരെ ആരാലും എതിർക്കപ്പെടാത്തൊരു വ്യക്തി. അബ്ദുൽ മുത്തലിബിന്റെ മരണത്തിന് ശേഷം അഗാധമായ ദുഃഖതലങ്ങളിലൂടെ യാത്ര ചെയ്ത് അബൂ താലിബിന്റെ ഉത്തരവാദിത്തത്തിൽ സിറിയയിലേക്കുള്ള കച്ചവട യാത്രക്കിടയിൽ 17 വയസ്സുള്ളപ്പോൾ യാത്രാമധ്യത്തിൽ വെച്ച് ഒരു ഒട്ടകം മദമിളകി ഭീതിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച ഘട്ടം. എല്ലാവരും പകച്ചു നിന്ന ഘട്ടത്തിൽ ചെറുപ്പക്കാരനും 17 വയസ്സുകാരനുമായ പ്രവാചകൻ ഓടിവന്ന് ശാന്തമായി ഒട്ടകത്തിന്റെ മൂക്ക് കയറ് പിടിച്ച് ഒട്ടകത്തെ ഒരു മരത്തിൽ കൊണ്ടുപോയി കെട്ടി. ആ ധീരതയും ആ സ്ഥൈര്യവും ധൈര്യവും അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പ്രവാചകനാവാനുള്ള എല്ലാ അടയാളങ്ങളും ബർക്കത്ത് ബിൻ നൗഫലിനെ പോലെയുള്ള ആളുകൾ ആ പ്രവാചകനിൽ കണ്ടിട്ടുണ്ട് എന്നതും ചരിത്രം സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. സഹോദരന്മാരെ, 25ാമത്തെ വയസ്സിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. അന്ന് പ്രവാചകന്റെ കല്യാണ ദിനമായി.
ഖുവൈലിദിന്റെ മകൾ ഖദീജ, അന്നവർക്ക് 40 വയസ്സായി. 40 വയസ്സുള്ള ഖദീജ കുലീനയും ഉന്നത കുലജാതയും സ്വഭാവ വൈശിഷ്ട്യം കൊണ്ട് ശ്രേഷ്ഠീകരിച്ചിട്ടുള്ള ഒരു വനിതയുമായി. മക്കയിലെ ഇതര സ്ത്രീകളെ അപേക്ഷിച്ച് ഉന്നതമായ വ്യക്തിത്വം പുലർത്തിയിരുന്ന ഒരു വനിത. അതെ, ഏതൊരു സമൂഹത്തിനിടയിലും ജീവിക്കുമ്പോൾ വേറിട്ട് നിൽക്കുന്ന ചില വ്യക്തിത്വങ്ങൾ ഉണ്ടാകുമല്ലോ. ആർക്കും നിർവചിക്കാനാവാത്ത ഏതോ ചില ദിവ്യശക്തികളാൽ നയിക്കപ്പെടുന്ന ചില മനുഷ്യരുണ്ടാകുമല്ലോ ഏത് കാലത്തും. അനുഗ്രഹീതമായ സ്വഭാവം. ഖദീജയുടെ കച്ചവട ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോ അത് അബൂ താലിബിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്ന് ചരിത്ര വിദ്യാർത്ഥികൾ വായിക്കുന്നു. അങ്ങനെ ആ കച്ചവടം ഏറ്റെടുത്തു. കച്ചവടം നല്ല ഭംഗിയായി നടന്നു. മൈസറ പലതും കണ്ടു. കാർമേഘങ്ങൾ തണലിടുന്നത് കണ്ടു. കച്ചവടത്തിലെ ലാഭം കണ്ടു. കച്ചവടത്തിലെ സത്യസന്ധത കണ്ടു. പ്രവാചകനിൽ എന്തൊക്കെയോ ഉള്ളതായി അവർ മനസ്സിലാക്കി. ഖദീജ ബീവിയോട് ആ വിവരം അവർ പറഞ്ഞു. ഖദീജ ബീവിയുടെ മനസ്സിൽ നബിയുടെ വ്യക്തിത്വം, നബിയുടെ മഹത്വം, നബിയുടെ ശ്രേഷ്ഠത അതവർക്ക് ഹഠാത് ആകർഷിച്ചു. തീർച്ചയായും ഒരു വ്യക്തിയുടെ നന്മ, ഒരു വ്യക്തിയുടെ സത്യസന്ധത ഒരാൾക്ക് സ്വാധീനിക്കാമല്ലോ. ഇവിടെയാണ് ആധുനിക മുസ്ലിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ മുസ്ലിം സമൂഹത്തെക്കാൾ ജാഹിലിയ സമൂഹത്തിൽ ശ്രേഷ്ഠമായ ചില സ്വഭാവങ്ങൾ ഉണ്ടായി. അറബ് ജനതയെ അത്രമാത്രം പ്രശംസിക്കേണ്ട ശ്രേഷ്ഠമായ ചില സ്വഭാവം, അതിൽപ്പെട്ടതാണ് സ്ത്രീധനം എന്താണ് എന്നവർക്കറിയുമായിരുന്നില്ല. അന്നും ഇന്നും അവർക്കറിയില്ല. പുരുഷൻ കൊടുക്കുന്ന മഹറിനെ കുറിച്ചാണ് അവിടെ ചർച്ച. കുടുംബത്തിൽ നിന്ന്, സ്ത്രീയുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങുന്ന സ്ത്രീധനം എന്ന് പറയുന്ന ഹറാമിനെ കുറിച്ച്, മാറാപ്പിനെ കുറിച്ച്, പൈശാചിക സമ്പത്തിനെ കുറിച്ച് അവർക്കറിയുമായിരുന്നില്ല. അങ്ങനെ റസൂലുള്ളാഹിയുമായുള്ള വിവാഹത്തിന്റെ കളമൊരുങ്ങിയപ്പോ, നബിക്ക് സമ്മതമാണെന്നറിഞ്ഞപ്പോ, എന്നെ അവർക്ക് ബോധിക്കുമോ എന്ന സംശയം പ്രകടിപ്പിച്ചപ്പോ, അങ്ങക്കതിന് താല്പര്യമാണെങ്കിൽ നബിയെ, പ്രവാചകരെ, മുഹമ്മദേ, ഇവിടെ പ്രശ്നമില്ല എന്ന് പറഞ്ഞ് മധ്യവർത്തിയായി, മീഡിയേറ്ററായി വർക്ക് ചെയ്ത സഹോദരി മുഹമ്മദ് നബിയുമായുള്ള, പിന്നീട് അബൂ താലിബ് കല്യാണം ആലോചിക്കുകയും ആ കല്യാണം ഏറെക്കുറെ ഉറപ്പിക്കുകയും ചെയ്ത സന്ദർഭം ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ ഒരു വാക്ക് ആധുനിക മുസ്ലിം സമൂഹത്തിന്റെ മുമ്പിൽ, ആധുനിക ലോകത്തിന്റെ മുമ്പിൽ പറയേണ്ട ഒരു വാക്കായി എനിക്ക് തോന്നുന്നു. താങ്കളുടെ കുടുംബ ബന്ധം, താങ്കൾ സമൂഹത്തിൽ കുടുംബത്തോട് കാണിക്കുന്ന സ്നേഹം, കുടുംബക്കാരോടുള്ള അങ്ങയുടെ ബന്ധം. അറേബ്യയുടെ സ്ഥിതി നിങ്ങൾക്കറിയാമല്ലോ. കുടുംബബന്ധം ശിഥിലമാവുകയും 2ഉം 3ഉം 4ഉമായി പിരിഞ്ഞു പോവുകയും വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്ത ആളുകളായിരുന്നു അവർ. പക്ഷേ നബി എല്ലാവരോടും സ്നേഹം, എല്ലാവരോടും ബന്ധം, എല്ലാവരോടും മാന്യത. കുടുംബബന്ധം ചേർക്കൽ മഹത്തായ പുണ്യമായി പിൽക്കാലത്ത് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. ഖാത്തുൽ റഹിമില്ലാത്ത ദുഖുലുൽ ജന്ന, കുടുംബബന്ധം മുറിക്കുന്നവന് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് അല്ലേ നമുക്കറിയാം. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. അല്ലാഹു ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ, പുരുഷന്മാരെയും സ്ത്രീകളെയും, ഈ ലോകത്ത് വ്യാപിച്ച പുരുഷന്മാരും സ്ത്രീകളും ആദമിന്റെയും ഹവ്വായുടെയും മക്കളാണ്. അതുകൊണ്ട് അല്ലാഹു ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളൊക്കെ നിങ്ങൾ ചേർക്കണമെന്ന് സൂറത്ത് നിസാ 4-ാം അധ്യായം 1-ാമത്തെ സൂക്തത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതൊക്കെ പഠിപ്പിച്ച പ്രവാചകൻ അതിനു മുമ്പേ ആ കുടുംബബന്ധം ചേർത്ത ആളായിരുന്നു. അതുകൊണ്ട് ഖദീജ പറഞ്ഞു, താങ്കളുടെ കുടുംബബന്ധം, താങ്കളിലുള്ള വിശ്വാസ്യത, താങ്കളുടെ സത്യസന്ധത, താങ്കളുടെ സ്വഭാവ ഗുണം, താങ്കളുടെ പെരുമാറ്റം എന്നിവയാണ് താങ്കളിൽ താല്പര്യം ജനിക്കാൻ എനിക്ക് കാരണമായിട്ടുള്ളത്. ഇന്നത്തെ കാലം നിങ്ങളൊന്ന് ആലോചിക്കണം. അറബ് ജനതയിലെ ജാഹിലിയത്തിൽ ജീവിച്ച അറബികളിലെ ഒരു പെൺകൊടി പറയുന്നത്, ഖുവൈലിൽ നിന്റെ മകൾ പറയുന്നത്, അങ്ങയുടെ സമ്പത്ത് എന്നല്ല, അങ്ങയുടെ സൗന്ദര്യം എന്നല്ല, അങ്ങയുടെ കുടുംബ മഹിമ എന്നല്ല, അങ്ങ് ചേർക്കുന്ന കുടുംബബന്ധം, അങ്ങയുടെ സത്യസന്ധത, അങ്ങയുടെ വിശ്വസ്തത, അങ്ങയുടെ യോഗ്യത, അങ്ങയുടെ സ്വഭാവ വൈശിഷ്ട്യമാണ് എന്നെ അങ്ങയിലേക്ക് ആകർഷിച്ചത്. അല്ലേ? ഇന്നോ അങ്ങയുടെ കൊട്ടാരം, അങ്ങയുടെ ജോലി, അങ്ങയുടെ സൗന്ദര്യം, അങ്ങക്ക് ആളുകൾക്കിടയിൽ അംഗീകാരം, സ്വഭാവം ഒരു പ്രശ്നമല്ല, സ്വഭാവം ഒരു പ്രശ്നമല്ല. 5 നേരത്തെ നമസ്കാരക്കാരന് ഒരു പ്രാധാന്യവും നമ്മുടെ സമുദായത്തിലില്ല. വലിയ ആദർശം പറയുന്നവർ പോലും
നല്ല ദീനീ ചിട്ടയുള്ള ഒരാൾ കല്യാണം വന്ന് ആലോചിച്ചാൽ എനിക്കൊന്ന് ആലോചിക്കണം, എനിക്കൊന്ന് കൂടി ആലോചിക്കണമെന്നാണ്. എന്താലോചിക്കാനാണ്? അലിയാർ തങ്ങളെ ഹിജറ 2-ാം വർഷം റസൂലുള്ളാഹിന്റെ സന്നിധിയിലേക്ക് വന്നിട്ട്, ഫാത്തിമ എനിക്ക് കല്യാണം കഴിച്ചു തരുമോ? ബ്രോക്കർ ഇല്ലാതെ, ദല്ലാളില്ലാതെ ഫാത്തിമ എനിക്ക് കല്യാണം കഴിച്ചു തരുമോ? റസൂലുള്ള തിരിച്ചു ചോദിച്ചു, അലിയാരെ, എന്താ എന്റെ മോൾക്ക് മഹറായിട്ടുള്ളത്? എന്റെ മോൾക്ക് എന്താ മഹറായിട്ടുള്ളത്? പ്രിയപ്പെട്ടവരെ, മഹറാണ് ഇസ്ലാമിൽ മഹറാണ്. ഖുർആനിലെ 28-ാം അധ്യായം 27 സൂറത്ത് ഖസസില് മഹാനായ ശുഐബ് നബി പറയുന്നത്, മൂസ 8 കൊല്ലം ആടിനെ മേക്കുക എന്ന കണ്ടീഷനിൽ എന്റെ 2 പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടിയെ ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തരാം. കേട്ടോ, ഇന്നത്തെ ഏതെങ്കിലും ഒരു ബാപ്പാക്ക് പറയാൻ പറ്റുമോ എന്റെ മോളെ കെട്ടിച്ചേർന്ന് 8 കൊല്ലം ആടിനെ മേക്കണം? പോയി പാടിയൊക്കെ ആക്കാറിയില്ലേ അല്ലേ? ഇന്നൊരു പുരുഷനോട് വീട്ടിലെ പെണ്ണ് കാണാൻ വരുമ്പോ മാറു കൊടുക്കുകയോ ചോദിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പിതാവ് ഉണ്ടോ? മുജാഹിദ് കുടുംബത്തിൽ ചോദിച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ റസൂലുള്ള മഹർ നിശ്ചയിച്ചു കേട്ടോ. 480 ദിർഹം 480 ദിർഹം പ്രവാചക തിരുമേനി നിശ്ചയിച്ചതാ. 480 ദിർഹം മഹർ നിശ്ചയിച്ചു. ഒരഭിപ്രായം 200 ഒട്ടകം എന്നാണ്. ഒരഭിപ്രായം 200 ഒട്ടകം എന്നാണ്. 200 ഒട്ടകം എന്ന് പറഞ്ഞാല് 200 ചോന്ന മാരുതിക്കാർ നിർത്തിരുന്നതിന് തുല്യം. അത് മഹർ കൊടുത്തു. ചങ്ങായിമാരെ, ഇതാ ഇസ്ലാം. മറ്റേത് ജാഹിലിയത്താണ്. ഇത് ഓള പാപ്പാന്റെ വാങ്ങി തിന്ന് പിന്നെ റഫ് ആൻഡ് ടഫോ അത് ഇട്ട് വരുന്നുണ്ടല്ലോ സ്റ്റൈലാക്കിയിട്ട്. ആ ഓള വാപ്പാന്റെ തിന്നിട്ടാ. അപ്പൊ അമ്മോച്ചൻ വീട്ടിലേക്ക് മരുവൻ കയറി വരുമ്പോ മനസ്സ് പറയും, ഉണ്ടോ നമുക്ക് എന്റെ തിന്നിട്ട് വരികയാണ്. പുറത്തു പറയില്ല. അതിന് അവസരം ഉണ്ടാക്കരുത്. അതാ റസൂലുള്ള മഹറ കൊടുത്തത്. അല്ലാതെ ഖദീജ എത്ര കൊടുത്തു എന്നില്ല, ചരിത്രത്തിൽ എവിടെയില്ല കേട്ടോ. അപ്പോ അന്ന് ഖദീജയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ആശംസ നേർന്നത് ബർക്കത്ത് ബിൻ നൗഫലാണ്, ചരിത്രത്തിലുള്ളതാണ്. രണ്ടാമത്തത് ഇന്നത്തെ നിക്കാഹ് ഉത്തുപടുത്തുമ്പോൾ നമ്മൾ ഒരു വയല് പറയല്ലോ, അത് നടത്തിയത് അബൂ താലിബാണ്. അന്ന് അബൂ താലിബ് പറഞ്ഞു, ഈ മക്കാ പരിസരത്ത് ഈ അറബ് ജനതയിൽ എന്റെ മോനെ പോലെ സ്വഭാവ വൈശിഷ്ട്യം കൊണ്ട് ശ്രേഷ്ഠനായ ഒരാളില്ല. സമ്പത്തിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ അത് നീങ്ങിപ്പോകുന്ന നിലയിലും വന്നു ചേരുന്ന വിരുന്നുകാരനുമാണ്. അപ്പോ ഇത് നമ്മൾ ഗൗരവമായിട്ട് മനസ്സിലാക്കുക. ആ പ്രസംഗത്തിന്റെ വാചകം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സമ്പത്താണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ജാഹിലിയ കാലഘട്ടത്തിൽ അത് നിങ്ങൾ മനസ്സിലാക്കണം. ബൗദ്ധൈവ വിശ്വാസികളും സകല തിന്മകളിലും മുങ്ങിക്കുളിച്ചൊരു ജനവിഭാഗമാണിത് പറയുന്നത്. നിങ്ങൾ ആലോചിക്കണം. ഇത് എന്റെ മോന്റെ സ്വഭാവം പരിശുദ്ധമാണ്, സമ്പത്താണെങ്കിൽ അത് നീങ്ങിപ്പോകുന്ന നിഴലാണ്. ജാഹിലിയ കാലത്ത് ഇറന്ന വയലാത്. ഇന്നത്തെ കാലത്തോ ഇന്നങ്ങനെ ഒരു വയലുണ്ടാവും സഹോദര. അങ്ങനെ കല്യാണം കഴിച്ചു. ആ ഖദീജയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 6 കുട്ടികളുണ്ടായി. 6 കുട്ടികളുണ്ടായി ആ വിവാഹത്തിൽ. ഖദീജ ബീവിയിൽ 6. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയണം. എല്ലാ പ്രവാചകനെ വിമർശിക്കുന്ന ആളുകളൊക്കെ മനസ്സിലാക്കണം, പ്രവാചകൻ സ്ത്രീലമ്പടനായിരുന്നു എന്നാ. നിങ്ങളൊന്ന് മനസ്സിലാക്കുക. മക്കത്ത് ഏറ്റവും ഉന്നതനായ ഒരു വ്യക്തി, ഏത് ഗോത്രത്തിൽ നിന്ന് പെണ്ണ് ചോദിച്ചാലും ആരും കെട്ടിച്ചു കൊടുക്കുന്ന പ്രകൃതവും സ്വഭാവമുള്ള പരിശുദ്ധനായ ഒരു വ്യക്തി, അതീവ സുന്ദരനായ ഒരു വ്യക്തി, എല്ലാവരാലും മല്ലമീൻ എന്ന് വിളിക്കപ്പെട്ട ഒരു വ്യക്തി, സ്ത്രീകളുടെ കണ്ണിലെ കൃഷ്ണമണിയായി ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിച്ച പ്രായമുള്ള 25 വയസ്സുകാരൻ. മാത്രവുമല്ല, പ്രവാചകത്വത്തിന് ശേഷം പ്രബോധനം തുടങ്ങിയപ്പോ പ്രവാചകൻ മുമ്പിൽ അവർ വെച്ച ഏറ്റവും വലിയ ഓഫറിലൊന്നെന്താ, ഈ നാട്ടിലെ ഏത് സുന്ദരിയെയും നിനക്ക് കല്യാണം കഴിച്ചു തരാന്നാണ്. അതൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി 25-ാമത്തെ വയസ്സില് 2 ആള് കല്യാണം കഴിച്ച് വിധവയായി 4 മക്കളുള്ള 40-കാരിയെ കല്യാണം കഴിക്കാൻ അത് വല്ലാത്തൊരു കാമപ്രാന്തായിരിക്കില്ലേ? നിങ്ങൾക്കൊക്കെ എന്തായി പോയി കൂട്ടരെ? നിങ്ങൾക്കൊക്കെ മേലെ സൂര്യനും താഴെ ഭൂമിയൊന്നും അല്ലേ? അല്ല, വിമർശകന്മാർക്ക് കണ്ണില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. അവരുടെ കണ്ണുകൾ അന്ധമാണ് അല്ലേ? അവരുടെ കണ്ണുകൾ അന്ധമാണ്, അവരുടെ വിമർശനങ്ങൾ അന്ധമാണ്. ആരോ എഴുതി വെച്ചത് ഇങ്ങനെ പറഞ്ഞു പോരാ, ചെറുവിധ ചെറുവണം ചെയ്യുക. അതാണ് 40 വയസ്സുള്ള ഒരു സ്ത്രീ, 2 ആളുകൾ വിവാഹം കഴിച്ചതിന് ശേഷം വിധവയായി 4 കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെ
ഏത് കുടുംബത്തിൽ നിന്നും ഏത് സുന്ദരിയും കിട്ടുന്ന ഒരു കാലത്ത് 25-ാമത്തെ വയസ്സിൽ നബി കല്യാണം കഴിച്ചത് കാമഭ്രാന്ത് കൊണ്ടാണെന്ന് പറയണമെങ്കിൽ നിന്റെ തലക്ക് ഭ്രാന്തുണ്ട് സുഹൃത്തെ എന്നേ അതിനെ പറ്റി പറയാനുള്ളൂ. നിനക്ക് മെന്റലാണ് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ നാട്ടിൽ ഈ വിമർശിച്ച ആളുകൾ, നബീനെ വിമർശിച്ച ആളുകൾ 25-ാമത്തെ വയസ്സിൽ 40 കെട്ടിയാൽ ഒരാളെ പറയുന്നത്, അതും വിധവയായി 4 കുട്ടികളുള്ളവരെ. ഈ വിമർശകന്മാർക്കും വേണം 17 അല്ലേ? അത് നിങ്ങൾ മനസ്സിലാക്കണ്ട. പിന്നെ റസൂലുള്ള കല്യാണം കഴിക്കുന്നതോ അതും വിധവയായ ഒരു സ്ത്രീയെ എത്രാമത്തെ വയസ്സിൽ? 66-ാമത്തെയോ 63-ാമത്തെയോ വയസ്സിൽ. 2 റിപ്പോർട്ട്. 63 66 വയസ്സുള്ള സ്ത്രീയാണ് രണ്ടാമത് കല്യാണം കഴിക്കുന്നത്. ഖദീജ ബീവി വഫാത്താകുന്നത് വരെ റസൂലുള്ള വേറെ കല്യാണവും കഴിച്ചിട്ടില്ല. അത് മനസ്സിലാക്കണം. ഖദീജ ബീവിയുടെ കൂടെയുള്ള ജീവിതം അവസാനിക്കുന്നത് വരെ, ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ വഫാത്താകുന്നത് വരെ വേറെ കല്യാണം കഴിച്ചിട്ടില്ല. രണ്ടാമത്തെ കല്യാണമാകട്ടെ സൗദാ ബീവി എന്ന് പറയുന്ന 63 66 വയസ്സുള്ള വളരെ ദുർബലയായ വിധവയായ ഒരു സ്ത്രീയെയാണ് അല്ലേ. കന്യക എന്ന് പറയാൻ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ മാത്രം ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള ആളുകളൊക്കെ വിധവകളാ. അതുകൊണ്ട് അന്ധമായ കണ്ണുകളെ നിങ്ങൾക്ക് തുറക്കാൻ സമയമായി, നിങ്ങൾക്ക് തുറക്കാൻ സമയം കേട്ടോ. അപ്പോ സൗദാ ബീവിയെ കല്യാണം കഴിക്കുന്ന തന്നെ ഭർത്താവ് കൊല്ലപ്പെടുകയും അവർ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ അനാഥമാക്കപ്പെടുകയും ആരാരും സംരക്ഷിക്കപ്പെടാനില്ലാത്ത ഒരു ഘട്ടത്തിൽ ഒരു പടുകളവിയായ സ്ത്രീയെ സഹാബികൾ ഏറ്റെടുത്തോളുന്നില്ല. അതുകൊണ്ട് ഉന്നതമായ സ്ഥാനം അവർക്ക് ലഭിക്കാൻ, പ്രവാചകന്റെ ഭാര്യാപദം അലങ്കരിക്കാൻ അള്ളാഹു അവരെ തെരഞ്ഞെടുത്തു. അങ്ങനെ അവർക്ക് ആ സംരക്ഷണം കൊടുത്തു. അങ്ങനെ ഭാര്യാപദത്തിലേക്ക് കൊണ്ടുവന്നു. ഇതായിരുന്നു. ഇനി ഞാൻ പറയട്ടെ, 6 മക്കളുണ്ടായി റസൂലുള്ളാഹിക്ക് ഖദീജ ബീവിയിൽ. അതിൽ നബിയുടെ 41-ാമത്തെ വയസ്സിലാണ് ഫാത്തിമ ബീവി. അവസാനം ആ കുട്ടികളിൽ ഖദീജ ബീവിയിലെ അവസാനത്തെ മോളാണ് ഫാത്തിമ കേട്ടോ, ഏറ്റവും അവസാനം. അന്ന് റസൂലുള്ളാഹിക്ക് 41 വയസ്സാ പ്രവാചകത്വമൊക്കെ കിട്ടിയതിന് ശേഷം. മനസ്സിലാക്കണം, ചരിത്ര വിദ്യാർത്ഥികൾ ശരിക്കും പഠിക്കണം. നമുക്കിന്ന് ഈ കാലഘട്ടത്തിൽ നമുക്ക് ക്രിക്കറ്റ് താരങ്ങളെ പറ്റി അറിയാം, സിനിമാ നടന്മാരെ പറ്റി അറിയാം, ലോക ഫുട്ബോളർമാരെ പറ്റി പറയാം, അവരെ കല്യാണം കഴിച്ച ഡേറ്റ് അറിയാം, അവരെത്ര സ്കോർ എടുത്തു എന്നറിയാം, എത്ര സിക്സർ ഉണ്ടായി എന്നറിയാം, എല്ലാം അറിയാം അല്ലേ. പക്ഷേ 10 സഹാബികളുടെ പേര് ഒറ്റ ശ്വാസത്തിൽ പറയാൻ പ്രാപ്തിയില്ല. എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? എത്ര ആളുകളുണ്ട്? ഇല്ല എന്നുള്ളതാണ് സത്യം. ഇല്ല എന്നുള്ളതാണ് സത്യം. എന്താ കാരണം? പഠിക്കാൻ തയ്യാറില്ല, ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ തയ്യാറില്ല, ഇസ്ലാമിൽ നിന്ന് ആദർശം ഉൾക്കൊള്ളാൻ തയ്യാറില്ല, അതിന്റെ പേരിൽ പ്രതാപം നടിക്കാൻ തയ്യാറില്ല. അങ്ങനെയുള്ളൊരു ജനതയുടെ മുമ്പിൽ മക്കയിലേക്കുള്ള പാത വിശദീകരിക്കുമ്പോ പ്രവാചകന്റെ ജീവിതത്തിലെ ഖദീജ ബീവിയിൽ 6 കുട്ടികൾ. ഒന്നാമത്തേത് ഖാസിമാണ്. ഒന്നാമത്തെ മകള് ആരാന്നറിയോ നിങ്ങൾക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1-ാമത്തെ മകൾ ആരാണ്? അത് നമ്മൾ മനസ്സിലാക്കണം. സൈനബായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖദീജ ബീവിയിലുണ്ടായ ആദ്യത്തെ മകൾ എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമ്മൾ ആ വിഷയം ശരിക്കും മനസ്സിലാക്കുക, ഓരോ കാര്യങ്ങളും. അതുപോലെ തന്നെ അവരെ വിവാഹം കഴിച്ചിരുന്നത് ആരാണ് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അബ്ദുല്ലാസ് ആണ് അവരെ കല്യാണം കഴിച്ചിരുന്നത്. അതുപോലെ തന്നെ 2-ാമത്തെ മകൾ റുഖിയ അവരെ വിവാഹം കഴിച്ചിരുന്നത് 3-ാമത്തെ ഖലീഫയായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് കേട്ടോ. അതുപോലെ തന്നെ ഉമ്മു കുൽസൂം ഇവരെ വിവാഹം കഴിച്ചിരുന്നത് ഉതുബയാണ്. അബൂലഹബിന്റെ മകനായിരുന്നു ഉതുബ. നിങ്ങൾക്കറിയാമല്ലോ, ആ അബൂലഹബിന്റെ നിർബന്ധപ്രകാരം പ്രവാചകത്വത്തിന് ശേഷം അവരെ ഒഴിവാക്കുകയാണ് ചെയ്തത്. അഥവാ ഉമ്മു കുൽസൂമിനെ ഒഴിവാക്കി. ആ ഉമ്മു കുൽസൂമിനെ പിന്നീട് കല്യാണം കഴിക്കുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു സ്ഥാനപ്പേരും ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 മക്കളെ കല്യാണം കഴിച്ച എന്ന മഹത്തായ സ്ഥാനവും അദ്ദേഹത്തിന് ലഭിച്ചു. പിന്നെ ഉണ്ടായിരുന്നത് മകളാണ്. ഞാൻ പറഞ്ഞു 2 ആൺകുട്ടികൾ ഉണ്ടായി, 2 ആൺകുട്ടികൾ. ഒന്ന് ഖാസിമാണ്. നിങ്ങൾക്ക് അബുൽ ഖാസിം എന്ന പേര് റസൂലുള്ളാഹി പിന്നീട് വിളിക്കപ്പെട്ടിരുന്നു. 2-ാമത് ത്വാഹിറാണ്. മുലകുടിയിൽ തന്നെ മരിച്ചുപോയി. നബിക്ക് ആൺകുട്ടികൾ ജീവിച്ചിരുന്നില്ല. അത് അള്ളാഹുവിന്റെ നടപടിക്രമത്തിന്റെ ഭാഗമാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. പ്രവാചകന് ശേഷം അധികാര ഉടമ്പലി ഇല്ലാതിരിക്കാനാവാം, നമുക്കറിയില്ല. എന്തായിരുന്നാലും അതിലൊക്കെയും ചിന്തിക്കുന്നവർക്ക് വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്. നബിയുടെ ആൺകുട്ടികൾ 2 പേരെങ്ങനെയായിരുന്നു. പിന്നെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല. ആ ഫാത്തിമ ബീവിയെ ഹിജ്റ 2-ാം വർഷം ബദർ യുദ്ധത്തിനു ശേഷം അലിയാർ തങ്ങൾ കല്യാണം കഴിച്ചു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അവിടെയും മാറി നിശ്ചയിച്ചു. പടയെങ്കി വിറ്റ് 400 ദിർഹം മാറി നിശ്ചയിച്ചിട്ടാണ് ഫാത്തിമ ബീവിയെ കല്യാണം കഴിക്കുന്നത്. ഫാത്തിമ ബീവിയിൽ
മൂന്ന് കുട്ടികളാണ് ജനിച്ചിട്ടുള്ളത്. ഒന്ന് നമുക്കറിയാവുന്ന പോലെ ഹസനാണ്, രണ്ടാമത്തത് ഹുസൈനാണ്, മൂന്നാമത്തത് മുഹ്സിനാണ്. ഇങ്ങനെ 3 കുട്ടികൾ ഉണ്ടായിരുന്നു ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയിൽ. സഹോദരങ്ങളെ, അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പിന്നീട് പ്രവാചകത്വം വരെ എത്തി നിൽക്കുന്ന ചരിത്രത്തിലേക്കുള്ള ആ ഭാഗം വിട്ടുകൊണ്ടാണ് ഞാൻ ഇനി ഹിറാ ഗുഹയിലേക്കുള്ള ചരിത്രം അല്പം പറഞ്ഞിരുന്നു ഇന്നലെ. അതിന്റെ ബാക്കിയിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത്. നബിക്ക് പ്രവാചകത്വം കിട്ടി, പേടിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഓടി വന്നു. ഖദീജ എന്നെ പുതപ്പിട്ട് മൂടൂ ഖദീജ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ വന്നു. പ്രവാചകനോട് ശാന്തമായി പുതപ്പിട്ട് മൂടി, നല്ല ഒരു അനുസരണമുള്ള ഭാര്യ, ഭർത്താവ് പറയുന്നത് അപ്പടി അനുസരിക്കുന്ന. നേരെ മറിച്ച് ഇന്നത്തെ കാലത്താണെങ്കിൽ പാതിരാത്രി നിങ്ങളോട് ആരോ ഗുഹയെ പോയിരിക്കാൻ പറഞ്ഞിട്ടോ, നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഉണ്ടാവണോ, എന്നൊരു പുതപ്പിട്ട് മൂടുന്നില്ലേ എന്ന് നമ്മളെ പെണ്ണുങ്ങൾ പറയും. ഒരു നോട്ടീസ് ഒട്ടിക്കാൻ പോയി വൈകുന്നേരം തിരിച്ചു വന്ന മുഖം കറുപ്പിക്കുന്ന ഭാര്യമാരാണ് അല്ലേ ഇന്നത്തെ കാലത്ത്. എല്ലാം പലപ്പോഴും സങ്കടം പറയും. എന്താ അത് ചിന്തിക്കാനുള്ള നൂഹ് നബിയുടെ അവസ്ഥ അതായിരുന്നു അല്ലേ. നബിയെ പറ്റി ഇങ്ങനെ തോന്നിയാസം പറഞ്ഞെടുക്കുക ഭാര്യ, എന്നിട്ടും ആ ഭാര്യയിൽ ഒരു കുട്ടിയുണ്ടായി. ചരിത്രമാണ്, വല്ലാത്ത ഒന്നാണ്, നമുക്ക് പഠിക്കേണ്ടത് തന്നെ. ഞാൻ ആ ഭാഗത്തേക്ക് പോകില്ല. അപ്പോ ഭർത്താവ് വന്നു, ജമ്മിലൂനിയ ഖദീജ, അപ്പടി അനുസരിച്ചു. എന്താ ലത്തീഫ് കാദ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ ഖദീജ ബീവി അനുസരിച്ചു. അല്പം ശാന്തമായപ്പോ ഖദീജ ബീവി ചോദിച്ചു, എന്താ ഉണ്ടായത്? ഇതാ ഇങ്ങനെയൊക്കെ ഉണ്ടായി, ഹിറാ ഗുഹയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പൊ ആ സമയത്ത് അവർ പറയുന്നുണ്ട്, അല്ലാഹുവാണേ സത്യം, അല്ലാഹു താങ്കളെ കുഴക്കുകയില്ല. കാരണം അങ്ങ് കുടുംബബന്ധം ചേർക്കുന്നവനാണ്, പാവപ്പെട്ടവരെ സഹായിക്കുന്നവനാണ്, കഷ്ടപ്പെടുന്നവരെ സംരക്ഷിക്കുന്നവനാണ്, ആളുകളുടെ ബുദ്ധിമുട്ടറിഞ്ഞ് സഹായിക്കുന്നവനാണ് എന്നെല്ലാം പറഞ്ഞു. അങ്ങനെയൊക്കെ വിശദീകരിച്ചു. ബർക്കത്തുൻ നൗഫലിന്റെ അടുത്ത് പോയി പ്രവാചകനാണ് എന്ന് ഉറപ്പുവരുത്തി. പ്രവാചകൻ ആ കാര്യം മനസ്സിലായി. പ്രവാചകൻ ഒരിക്കലും അത് പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രവാചകത്വം പ്രതീക്ഷിച്ചിരുന്നു എന്ന് അബ്ദുല്ലാല മൗദൂദി സാഹിബ് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പ്രവാചകത്വം പ്രതീക്ഷിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആൻ ആ കാര്യം പറയുന്നുണ്ട്. അങ്ങൊരിക്കലും അത് ആഗ്രഹിച്ചിരുന്നില്ല എന്ന് തന്നെ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, അങ്ങനെ പ്രവാചകത്വം കിട്ടി. പിന്നീട് തുടർച്ചയായ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിരന്തരമായി ദഅവത്തിന്റെ വചനങ്ങൾ ഇറങ്ങിക്കൊണ്ടിരുന്നു. യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ, ഞാൻ ഇന്നലെ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എഴുന്നേറ്റു. ആദ്യമായി ഖദീജ ബീവിയാണല്ലോ വിശ്വസിച്ചത്. കുട്ടി എന്ന അല്ലെങ്കിൽ ചെറിയ കുട്ടികളിൽ 10 വയസ്സുള്ള ആള് അലിയാര് തങ്ങളായിരുന്നു. അലിയാര് തങ്ങൾ അബ്ദുൽ മുത്തലിബിന്റെ മോനായിരുന്നു അല്ലേ. അബ്ദുൽ മുത്തലിബിന്റെ മോനായിരുന്നു. അതുപോലെ തന്നെ അബു താലിബിന്റെ മകനായിരുന്നു. ആ മകൻ പിന്നെ അലിയാര് തങ്ങൾ. ഈ അലിയാര് തങ്ങൾ 10 വയസ്സ് നബിയുടെ കൂടെയാണ് വളർന്നത്. കഷ്ടപ്പാടും നൊമ്പരവും കൊണ്ട് നബി സംരക്ഷിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് നബിയോടൊപ്പമായിരുന്നു ഉണ്ടായിരുന്നത്. ആ അലിയാര് തങ്ങളോട് കാര്യം പറഞ്ഞു. അലിയാര് തങ്ങൾക്ക് അത് മനസ്സിലായി. അലിയാര് തങ്ങൾ റസൂലുള്ളാഹിന്റെ ദഅവത്ത് അത് സ്വീകരിച്ചു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ, അല്ലാഹുവാണ് ആരാധനക്കർഹൻ എന്ന മൗലികമായ സന്ദേശം ഉൾക്കൊണ്ട്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, അലിയെ നീ നിന്റെ പിതാവിനോടൊന്ന് സമ്മതം ചോദിക്കുക. അലിയാര് തങ്ങൾ പറഞ്ഞു, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന ആദർശം സ്വീകരിക്കാൻ ബാപ്പാന്റെ സമ്മതത്തിന്റെ ആവശ്യമൊന്നും എനിക്കില്ല റസൂലേ, ഞാൻ അങ്ങനെ സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ ഇസ്ലാം സ്വീകരിച്ച ഒന്നാമത്തെ കുട്ടി അത് അലിയാര് തങ്ങളാണ്. ഖദീജ ബീവി സ്വീകരിച്ചു, അലിയാര് സ്വീകരിച്ചു. അങ്ങനെ തന്റെ കുടുംബത്തിലുള്ള ആളുകൾ അത് അംഗീകരിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായിരുന്ന സാഹിബ് എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച സൗർ ഗുഹയിലേക്കുള്ള യാത്രയിൽ കുറെ മുന്നിൽ നടന്നു അദ്ദേഹം, പിന്നെ കുറെ പിന്നിൽ നടന്നു, പിന്നെയും മുന്നിൽ നടന്നു, പിന്നെ പിന്നിൽ നടന്നു. അബൂബക്കറെ എന്താ ഈ കാണിക്കുന്നത്? ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ആദർശം പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ആദർശം പറയേണ്ട താമസം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതിനെപ്പറ്റി റസൂൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എല്ലാവരോടും ഈ ആദർശം പറഞ്ഞപ്പോ ഒന്ന് മടിച്ചു നിന്നിട്ടുണ്ടവരൊക്കെ, ഇത് സ്വീകരിക്കാനൊന്ന് പകച്ചു നിന്നിട്ടുണ്ട്. പക്ഷേ എന്റെ അബൂബക്കർ ഒന്നും പകച്ചു നിന്നില്ല. ഞാനത് പറയേണ്ട താമസം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞതങ്ങ് സ്വീകരിക്കുകയാണ് ചെയ്തത്. മിറാജിന്റെ രാത്രിയിൽ
ശത്രുക്കളായ ആളുകൾ വന്നിട്ട് നിന്റെ കൂട്ടുകാരന് മെന്റലാണെന്ന് നിങ്ങൾ വെറുതെ പറയല്ല, ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയെന്നും അവിടെ നിന്ന് ആകാശാരോഹണം നടത്തിയെന്നുമാണ് നിന്റെ സുഹൃത്ത് അബൂബക്കറെ പറയുന്നത്. അതൊന്നും നിഷേധിക്കണ്ടേ? അപ്പൊ അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു, നബി അങ്ങനെ പറഞ്ഞോ? നബി അങ്ങനെ പറഞ്ഞോ? എന്നാ അത് ശരിയാണ്. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അല്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതാണ്. എല്ലാ വാതിലുകളിലൂടെയും മലക്കുകൾ ക്ഷണിച്ചു വരുത്തുന്ന ഒരാളും കൂടിയാണ് ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇബാദത്തുകളെ കൊണ്ട് റയ്യാൻ എന്ന കവാടം, എല്ലാ വാതിലുകളും, ആ വാതിലുകളുടെ എല്ലാം അള്ളാഹുവിന്റെ റസൂല് കഴിഞ്ഞാൽ സഹാബികൾക്കിടയിൽ ഏറ്റവും ശ്രേഷ്ഠ സ്ഥാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ്. നിങ്ങൾക്കറിയാമല്ലോ, ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനമായ ഒരു കാര്യം, മക്കയിൽ ആ കാലത്ത് തൗഹീദുള്ള, നബി തൗഹീദ് പറയുന്നതിന് മുമ്പ് തന്നെ തൗഹീദുള്ള ചില ആളുകൾ ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിക്കേണ്ടായി കുറച്ച്. ഒന്ന് സയ്യിദ് ഇബ്നു അംർ തൗഹീദുള്ള ആളായിരുന്നു. അതുപോലെ തന്നെ ഉസ്മാൻ ഇബ്നു ഉവൈരിഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം, അതൊക്കെ റസൂലുള്ളാഹിന്റെ പ്രബോധനത്തിന് മുമ്പ് തന്നെ. അബ്ദുല്ലാഹ് ഇബ്നു ജഅഷ്, അദ്ദേഹം തൗഹീദുള്ള ആളായിരുന്നു, ശിർക്കില്ലാത്ത, അതൊക്കെ തെറ്റാന്ന് മനസ്സിലാക്കിയ ആളായിരുന്നു. അതുപോലെ തന്നെ വറഖത്ത് ഇബ്നു നൗഫൽ, അതുപോലെ ഉമയ്യത്ത് ഇബ്നു സായിദ എന്ന് പറയുന്ന മഹാനായ വ്യക്തിത്വം, ഉമയ്യത്ത് ഇബ്നു അബീ സുല്ലത്ത് എന്ന് പറയുന്ന, ഇങ്ങനെ അതുപോലെ തന്നെ പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പെട്ട ആളായിരുന്നു. അവരൊക്കെ തൗഹീദുള്ള ആളുകളായിരുന്നു. ആ കാലഘട്ടത്തിൽ തന്നെ ചില കവികളും അങ്ങനെ ഉണ്ടായിരുന്നു. അതൊക്കെ ആ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണ്ട. റസൂലുള്ളാഹി വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഇബ്രാഹിമീ മില്ലത്തിലാണ് എന്നവർ പറയുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഇനി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച് ശേഷം ഒരു സെക്കൻഡ് പോലും ഇന്ന് അദ്ദേഹം വിശ്രമിച്ചിട്ടില്ല. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് അല്ലാഹ് മാത്രമാണ് ആരാധനക്കാരൻ എന്നുള്ള ഒരു സന്ദേശം മാത്രം കിട്ടിയിട്ടേ ഉള്ളൂ. പഠിച്ച് ഇസ്ലാമൊക്കെ പൂർണ്ണമായി വലിയ ആലിമുൽ അല്ലാമയായിട്ടല്ല ദഅവത്തെടുത്തി. അതങ്ങോട്ട് കിട്ടിയപ്പോ ഉടനെ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രഗത്ഭന്മാരായ സഹാബിമാരോട് ഈ കാര്യം പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദഅവത്ത് കൊണ്ട് മാറിയ ഒരാളായിരുന്നു സുബൈർ ഇബ്നു അവാം റളിയല്ലാഹു അൻഹു. മഹാനായ സഹാബിയാണ്, ചരിത്രത്തിലെ ശ്രദ്ധേയനായ സഹാബിയാണ്. പിന്നെ നമ്മളൊക്കെ പറയുന്ന ഖുർആനിന്റെ ചില ആയത്തുകൾ ഇറങ്ങാൻ കാരണമായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ദഅവത്തിൽ മക്കയിൽ നിന്ന് മാറിയാണ്. അപ്പൊ മക്കയിലേക്കുള്ള പാതയിൽ നമ്മൾ മനസ്സിലാക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമേ റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ എന്ന്. അതൊരൊറ്റ വാചകത്തിലും തൗഹീദ് ഉൾക്കൊണ്ടിട്ട് പിന്നെ ആലിമാകട്ടെ എന്ന് വിചാരിക്കല്ല, അപ്പൊ തന്നെ ആദർശം പറഞ്ഞു കൊടുത്തു. താൻ എന്തുകൊണ്ടാണോ ഇസ്ലാം സ്വീകരിച്ചത് അത് പറഞ്ഞു കൊടുത്താൽ മതി ഒരാള്. അതാണ് അബൂദർ അൽ ഗഫാരിയോട് റസൂലുള്ളാഹി പറഞ്ഞു. അബൂദർ അൽ ഗഫാരി ഇസ്ലാം സ്വീകരിച്ചു മക്കത്ത്. ഞാൻ പറയുന്നുണ്ട്, അബൂദർ അൽ ഗഫാരി ഏറെ പറയപ്പെടേണ്ട ഒരു സഹാബിയാണ്. ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു വരുന്നുണ്ട്. അബൂദർ അൽ ഗഫാരിയോട് പോലും റസൂലുള്ളാഹി പറഞ്ഞു, നീ ഇവിടെ കേട്ടതെന്തോ അത് നിന്റെ ഗോത്രത്തിൽ പോയി പറഞ്ഞാൽ മതി. അതെന്താ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അത് പറഞ്ഞാൽ മതി. അത് പറഞ്ഞ ആളുകളെ ക്ഷണിക്കണോ? നമ്മളിൽ ചില ആളുകളൊക്കെ അറിഞ്ഞോ അറിയാതെയോ ദഅവത്ത് നടത്താൻ അത് ബാധ്യതപ്പെട്ടോല് സൗദിയിലൊക്കെ ഉള്ളൂ എന്ന് ചില കുട്ടികളൊക്കെ പറയാം. അതിന് ശരിയല്ല. ചില പണ്ഡിതന്മാർക്കും അതിൽ അങ്ങനെ അഭിപ്രായമുണ്ട്. എന്താ പടച്ചോനോലെ പരീക്ഷിച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ ആരെയും ആ നിലക്ക് തരം താഴ്ത്തി സംസാരിക്കാൻ നിൽക്കണ്ട. അള്ളാഹു പരീക്ഷിച്ചിരിക്കുന്നു. ഒരുപാട് ആളുകളെ അള്ളാഹു അങ്ങനെ പരീക്ഷിച്ചിട്ടുണ്ടല്ലോ. ഏത് കാലത്തും അവർക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സുബൈർ ബിൻ അവാമിനോട് തൗഹീദ് പറഞ്ഞു. അദ്ദേഹത്തിന് മനസ്സിലായി, അദ്ദേഹം അത് സ്വീകരിച്ചു. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചപ്പോ അദ്ദേഹത്തിന്റെ മാതാവ് ഹംന, അറിയാലോ നിങ്ങൾക്ക്, ഹംന പറഞ്ഞു, മോനെ നീ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ നിന്റെ ഉമ്മ ഈ മരുഭൂമിയിൽ വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ മരിച്ചു വീഴും, ഉമ്മയെ കൊന്നവനെന്ന ചീത്തപ്പേര് കേൾക്കേണ്ടി വരും. അതുകൊണ്ട് നീ ജാഹിലിയത്തിലേക്ക്, പഴയ മതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ആവശ്യപ്പെട്ടു. വല്ലാത്തൊരു ദുഃഖ പ്രതിസന്ധി. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്ന് കാര്യം പറഞ്ഞു. ആ സമയത്താണ് ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാൻ 15-ാമത്തെ ആയത്ത് ഇറങ്ങിയത്. വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉമാ വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ. നിങ്ങൾ ആലോചിക്കണേ, മക്കത്തിറങ്ങിയ ആയത്താണ്. വഇൻ ജാഹദാക, അവർ നിന്നോട് ജിഹാദ് ചെയ്താൽ. കണ്ടോ, മക്കത്തിറങ്ങിയ ആയത്തിൽ ജിഹാദിനെ പറ്റി, അതും ബൗദ്ധൈവ വിശ്വാസികളായ മാതാപിതാക്കളെ ജിഹാദ് ചെയ്യുന്നു.
അവിടെ ജിഹാദി എന്ന പദത്തിന്റെ അർത്ഥം എന്താ? നിർബന്ധ സ്വരത്തിൽ ആവശ്യപ്പെടുക. മോനെ, നീ ഇസ്ലാം സ്വീകരിച്ചില്ല, ഞാൻ മരിച്ചുകളെന്ന് പറയാ. അങ്ങനെ ഭീഷണിപ്പെടുത്തുക, പ്രകോപിപ്പിക്കുക, അതുപോലെ വേദനിപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. അങ്ങനെ ഹംന എന്ന് പറയുന്ന സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹുവിന്റെ ഉമ്മ മരുഭൂമിയിൽ അങ്ങനെ വന്നു. ആകെ പ്രതിസന്ധിയായി. അവസാനം സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു പറഞ്ഞു, ഉമ്മ, നിങ്ങൾക്ക് ഏറെക്കുറെ 100ഓളം ശരീരം ഉണ്ട് എന്ന് വിചാരിക്കുക. അതിൽ ഓരോ ശരീരവും ഇവിടെ മരിച്ചു വീണാലും ഞാൻ എന്റെ ആദർശത്തിൽ നിന്ന് പുറകോട്ട് പോകില്ല ഉമ്മ എന്ന് ധീരമായ ആദർശ പ്രഖ്യാപനം. ചില ആളുകൾക്കൊക്കെ ആദർശം അറിയാം. കേരളത്തിൽ അറിയപ്പെട്ട ഒരു വലിയ പ്രഭാഷകനോട് വലിയ ജനത അദ്ദേഹത്തെ അംഗീകരിക്കും. അങ്ങനെയുള്ള ഒരു പ്രഭാഷകനോട്, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളിൽ വളരെ പ്രസിദ്ധനായ ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളിലൊക്കെ പോകാറുള്ള ഒരു വ്യക്തി അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല, അങ്ങക്ക് വലിയ അനുഗ്രഹം അല്ലാഹു നൽകി, നല്ലൊരു നാവ് അങ്ങക്ക് നൽകി, അങ്ങക്ക് വലിയ ഒരു ഓഡിയൻസിന് നൽകി, എന്തുകൊണ്ടാണ് അങ്ങ് തൗഹീദ് കൃത്യമായി പറയാത്തത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അതിന് അദ്ദേഹത്തിന്റെ മറുപടി, അൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ, കുഴപ്പമുണ്ടാക്കൽ കൊലപാതകത്തേക്കാൾ ഭയാനകരമാണ്, അതുകൊണ്ടാണ് ഞാൻ തൗഹീദ് പറയാത്തത്. സഹോദരന്മാരെ, മക്കയിലേക്കുള്ള പാത തിരഞ്ഞെടുക്കുമ്പോ എന്നെ പ്രേരിപ്പിച്ച രണ്ടാം ഘടകം ഇതാണ്. എന്താ പറഞ്ഞത്? ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചു. ഒന്ന് തന്റെ പോരായ്മയെ ആയത്ത് കൊണ്ട് ഓട്ടയടക്കാൻ ശ്രമിച്ചു. എത്ര മാരകമായ തെറ്റാണ് സുഹൃത്തുക്കളെ, എത്ര മാരകമായ തെറ്റാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ എന്നുള്ള ആയത്തിറങ്ങി എന്നപ്പോഴാ തൗഹീദ് നിരന്തരമായി പറഞ്ഞ് സമൂഹത്തിൽ പ്രവാചകൻ അനുയായികൾ കുഴപ്പം സൃഷ്ടിച്ചപ്പോ ആദർശം പറയാൻ തയ്യാറായപ്പോ ആ ആദർശം കേട്ടിട്ട് നന്നാകുന്ന പോലെ നന്നാട്ടോ എന്ന് പോലും സമ്മതിക്കാതെ അതിനെ എതിർത്തു. എതിർത്തിട്ട് ആദർശത്തിന് വേണ്ടി യുദ്ധം ഉണ്ടായി. ആ യുദ്ധം ഉണ്ടായപ്പോഴാണ് പറയുന്നത് ചില കുഴപ്പക്കാർ നാട്ടിലുണ്ട്, അതുകൊണ്ട് അങ്ങക്ക് യുദ്ധം അനുവദിച്ചത്. അപ്പൊ എന്താണ്? കുഴപ്പമുണ്ടാക്കുന്നവരെ തടുക്കാൻ ഒരു കൊലപാതകമാണെങ്കിൽ അതുകൊണ്ട് കുഴപ്പമില്ല. മനസ്സിലായി? ആ ആയത്തെടുത്തിട്ട് എന്താണ്? തൗഹീദ് പറയാത്തത് കുഴപ്പമുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ പറഞ്ഞതിന്റെ നേരെ അർത്ഥം എന്താ? മുഹമ്മദ് നബിയും സഹാബത്തിനും ഈ ആയത്തിന്റെ അർത്ഥം തിരിഞ്ഞില്ല അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം ഇഷ്ടപ്രകാരം ആയത്തിന് അർത്ഥം പറഞ്ഞാൽ എന്തുമാത്രം ഗൗരവമുള്ള കാര്യമാണ്. ഫിത്തന ഉണ്ടാവും ഞാൻ തൗഹീദ് പറഞ്ഞ, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇനി ഞാൻ പറയുന്ന വാചകങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പടച്ചവനോടൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ആരോടാ, എന്തിനാ കൂറ്? നമുക്ക് അല്ലാഹുവിനോട് റസൂലിനോടല്ലേ ബാധ്യത? എന്താണ് അദ്ദീനു അന്നസീഹ? ദീൻ എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷയാണ്. അല്ലാഹുവിനോടും റസൂലിനോടും അല്ലേ? പിന്നെ മുസ്ലിമീങ്ങളോട്, പണ്ഡിതന്മാരോട്, അവരോടുള്ള ഗുണകാംക്ഷ എന്ന് പറഞ്ഞാൽ അവര് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടേന്നല്ലേ? അല്ലേ? അതല്ലേ ഏറ്റവും വലിയ സാമൂഹ്യ സേവനം? ഏറ്റവും വലിയ സാമൂഹ്യ സേവനം എന്താ? നരകത്തിൽ നിന്ന് മനുഷ്യരെ സ്വർഗത്തിലേക്ക് നയിക്കലല്ലയോ? വമൻ സുഹസിയാനിൻ നാരി വഉദ്ഖിലൽ ജന്നാ ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ആൽ ഇംറാനിലെ 85-ാമത്തെ അധ്യായമാണ്. 6 നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് 6 സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നുവോ? നബിക്ക് അങ്ങേയറ്റം സംരക്ഷണം നൽകിയ ആളായിരുന്നു ആര്? അബൂ താലിബ്. ആ അബൂ താലിബ് മരിക്കാൻ കിടക്കുമ്പോ അവിടെ 2 കാര്യം മനസ്സിലാക്കണം. മുശ്രിക്കായ അബൂ താലിബിന്റെ സംരക്ഷണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞുകൂടി. പാടുണ്ടോ? ചിന്തിക്ക്. ചില ആളുകളൊക്കെ പറയും നമ്മളിവിടെ ചങ്ങലുകളിലാണ്, ഇവിടെ ഞെരിഞ്ഞമരയാണ്, പന്നിമാംസം തിന്നുന്ന പോലെ, നിർബന്ധ സാഹചര്യത്തിൽ പന്നിമാംസം തിന്നുന്ന പോലെ ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യത്തെ അനുസരിച്ച് ശിർക്ക് ചെയ്യാണ് എന്ന് ചില വിദ്വാൻമാർ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മുശ്രിക്കുകളുടെ നേതാവായ അബൂ താലിബിന്റെ സംരക്ഷണത്തിലാണ് റസൂലുള്ളാഹി കഴിഞ്ഞ്. ആ സംരക്ഷണം തെറ്റാന്ന് പറഞ്ഞില്ല. ഒരു മുശ്രിക്കിന്റെ കയ്യിൽ ജീവിച്ച തെറ്റായി പോയി എന്ന് റസൂലുള്ളാഹിക്ക് തോന്നിയിട്ടില്ല. ഇസ്ലാമിന്റെ ദഅവത്തിന് അനുയോജ്യമായ മനസ്സാണ് അയാൾക്കുള്ളതെങ്കിൽ അത് ഉപയോഗപ്പെടുത്താനാണ് ഇസ്ലാം പറഞ്ഞത്. ഒരു ജനാധിപത്യ രാജ്യം ദഅവത്തിന് പറ്റിയ മണ്ണാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുമ്പോ വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് എന്റെ ശ്രദ്ധയിലേക്ക് കടന്നു വരികയാണ്. എന്താണ്? വിശുദ്ധ ഖുർആൻ 22-ാം അധ്യായം സൂറത്ത് ഹജ്ജ് 39, 40, 41 സൂക്തങ്ങളിൽ പറയുന്ന വളരെ മനോഹരമായ ഒരു വിഷയം. അതെന്താ അറിയോ? തുടക്കത്തിൽ തന്നെ ഞാൻ നിങ്ങളത് കേൾപ്പിക്കാൻ ആഗ്രഹിക്കും. കാരണം നമുക്കിടയിലെ വലിയൊരു തെറ്റിദ്ധാരണ തീർക്കാൻ. നോക്കൂ, അല്ലാഹു പറയാണ്, അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർളി വഅഖാമുസ് സലാത്ത. അല്ലാഹു പറഞ്ഞു, ശരിക്കും ശ്രദ്ധിക്കണം. ഇത് പറഞ്ഞു തരുന്നതിന് എവിടെയാണ്?
ഈ ആയത്തിന്റെ തൊട്ടു മുമ്പുള്ളത് വല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖിൻ ഇല്ലാ അൻ യഖൂലു റബ്ബുനല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന സബ്ജക്ട് പറഞ്ഞതിന്റെ പേരിൽ, ആദർശം പറഞ്ഞതിന്റെ പേരിൽ, ഇത് അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖിൻ ഇല്ലാ അൻ യഖൂലു റബ്ബുനല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന ആദർശം പറഞ്ഞതിന്റെ പേരിൽ, ആ ആദർശം ജനങ്ങളുടെ മുമ്പിൽ പ്രഖ്യാപിച്ചതിന്റെ പേരിൽ നാടും വീടും വിട്ട് കടന്നുപോയ ഒരു ജനത, ആ ജനതയെ സംരക്ഷിക്കാൻ ഉദ്നലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ എന്ന ആയത്ത് സൂറത്ത് ഹജ്ജിലെ 39. അത് പറഞ്ഞതിന് ശേഷം എന്നിട്ട് ഒരു വിഭാഗം കൊണ്ട് തടുത്തിട്ടില്ലായിരുന്നെങ്കിൽ യഹൂദ ദേവാലയങ്ങൾ ഉണ്ടാകുമോ, ക്രൈസ്തവ ചർച്ചുകൾ ഉണ്ടാകുമോ, സന്യാസി മഠങ്ങൾ ഉണ്ടാകുമോ, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന പള്ളികൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു. അഥവാ ഇസ്ലാമിന്റെ യുദ്ധം ചർച്ചുകൾ സംരക്ഷിക്കപ്പെടാനാണ്, ദേവാലയങ്ങൾ പ്രൊട്ടക്ട് ചെയ്യപ്പെടാനാണ്, അല്ലാതെ ദേവാലയങ്ങൾ നശിപ്പിക്കാനല്ല. ആയത്താണ് പറയുന്നത്. ആയത്ത് പറയുന്നത് മുസ്ലിങ്ങൾക്ക് അല്ലാഹു യുദ്ധം പ്രഖ്യാപിച്ചതുപോലും അനുവദിച്ചതുപോലും എന്തിനാണ്? യഹൂദ ദേവാലയത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ, ക്രൈസ്തവ ദേവാലയത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ, അതുപോലെ തന്നെ ചർച്ചുകളെ, പിന്നെ മഠങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന അള്ളാഹുവിന്റെ ഭവനങ്ങളെ സംരക്ഷിക്കാൻ. അതും അതിന്റെ ഒരു പ്രധാന ലക്ഷ്യമാണ്. അപ്പൊ ഇസ്ലാമിന്റെ യുദ്ധം ബാക്കിയുള്ള ആളുകളെ തകർക്കാനല്ല, ബാക്കിയുള്ള ദേവാലയങ്ങൾ തകർക്കാനല്ല. ഇസ്ലാം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, ചെയ്യാനും പാടില്ല. നമുക്കത് പാടില്ലാത്തതാണ്. പള്ളിയിൽ വന്നൊരു മനുഷ്യൻ മൂത്രയിച്ചു. റസൂലുള്ളാഹിനെ പറ്റി പഠിക്കുമ്പോ ശരിക്കറിഞ്ഞോളി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ വന്ന് ഒരു വിദ്വാൻ മൂത്രയിച്ചു. സഹാബത്തിന് കോപമുണ്ടായി. ആരടാ, എന്തടാ എന്നൊക്കെ ചോദിച്ചവര്. നബി പറഞ്ഞു, മൂത്രം മുറിച്ചു കളയല്ലേ, മൂത്രം മുറിച്ചു കളയല്ലേ. അല്ല, മൂത്രയിച്ചുകൊണ്ടിരിക്കുമ്പോ ആരടാന്ന് ചോദിച്ചാൽ നിന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂത്രം മുറിച്ചു കളയരുത്. അങ്ങനെയാണല്ലോ. എന്നിട്ട് മൂത്രമൊഴിച്ചു കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി അങ്ങോട്ട് വിളിച്ചുകൊണ്ടുവന്നു. ഇത് അള്ളാഹുവിന്റെ പള്ളി, അവന് സുജൂദ് ചെയ്യുന്ന സ്ഥലം, ഇവിടെ ഇതൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഇത് ശരിയാണോ? ആളുകളെ വികാരപ്പെടുത്തുന്നത് ശരിയാണോ? റസൂലുള്ളാഹി ഉപദേശിച്ചു. ലേ അയാൾക്ക് സഹാബികളോട് റസൂലുള്ളാഹി പറഞ്ഞു, ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ച് വൃത്തിയാക്കി, പ്രശ്നം പരിഹരിച്ചു. ഇന്നാണെങ്കിലോ, ഇന്നൊരു ക്ഷേത്രത്തിൽ ഒരു മുസ്ലിം മൂത്രയിച്ച എന്താ സ്ഥിതി? പിന്നെ മുസ്ലിംകാർക്ക് മൂത്രയിക്കാൻ അല്ലേ? അതെ, തിരിച്ചു അങ്ങനെ തന്നെ. ഇന്നതാണ് എവിടെയും ക്ഷമല്ല, പിന്നെ പക്കതുള്ള നേതാക്കന്മാരില്ല. പള്ളിയിൽ മൂത്രയിച്ചപ്പോ തടയാൻ ശ്രമിച്ച സഹാബികളെ തടഞ്ഞ് ഒരു ഫിത്തനല്ലാതാക്കി റസൂല്. മാറാട് കലാപുണ്ടായപ്പോ ഒരു വിശ്വ നേതാവ്, ഇന്ത്യയിലെ സമുന്നതനായ ഒരു നേതാവ് മാറാട് വന്നിട്ട് പറഞ്ഞു, അല്ല ഗുജറാത്ത് ആക്കണ്ടേ മാറാട്? നേതൃത്വത്തിന് പക്വത കുറഞ്ഞപ്പോ 1 ലിറ്റർ ഒഴിക്കുക 2 ലിറ്റർ ഒഴിക്കുന്നൊക്കെ പറഞ്ഞപ്പോ മക്ക മറന്നുപോയി പലപ്പോഴും മുസ്ലിംകള്. മെഴുകുതിരി വട്ടത്തില് വൈദുലഹും മസ്തത്വത്തും മിൻ ഖുവ്വത്തി എന്നൊക്കെയുള്ള ആയത്ത് ഉദ്ധരിച്ചപ്പോ നമ്മൾ മക്ക മറന്നുപോയി. അതുകൊണ്ടാ മക്കയിലേക്കുള്ള പാത അവരുദ്ദേശിച്ചാക്കി. അല്ലാതെ ആരെയും മൂലക്കിരുത്തിയാൽ നമ്മൾ മൂലക്കിരുത്തിയാ മൂലക്കിരിക്കോ? അല്ലൊരുത്തനെ മൂലക്കിരുത്തി അത് ഇരുന്നുക തന്നെ. അല്ലൊരുത്തനെ നന്നാക്കിയെന്നെ. ആർക്കും ആരെയും ഒന്നും മൂലക്കിരുത്താൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ മുആദ് ബിൻ ജബൽ റളിയല്ലാഹുവിനോട് നബി പറഞ്ഞു, മുആദേ, ലോകം മുഴുവനും നിനക്കെതിരായാലും മുആദേ, നിന്നെ ഒന്നും ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. ലോകം മുഴുവനും നിന്നെ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചാലോ, അള്ളാഹു നിന്നെ തകർക്കാൻ ഉദ്ദേശിച്ചാൽ ഒരാൾക്കും നിന്നെ സംരക്ഷിക്കാനാവില്ല. അതാ, ആർക്കും ആരെയും മൂലയിലാക്കാൻ കഴിയില്ല കേട്ടോ. അതുകൊണ്ട് എല്ലാരും മനസ്സിലാക്കുക. ഇവിടെ ഈ ആയത്ത് പറയുന്നറിയോ, ഇസ്ലാമിക ഭരണം കിട്ടുന്നത് പോലെ എന്തിനാണെന്നറിയോ? അത് ഖുർആൻ പറയും. അതിന്റെ ലക്ഷ്യം നമ്മളൊന്ന് മനസ്സിലാക്കണം. അതിന്റെ ലക്ഷ്യമായിട്ട് അള്ളാഹു പറയുന്നറിയോ, അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർളി, നിങ്ങൾക്ക് ഭൂമിയിൽ സ്വാധീനം നൽകിയാൽ, അവരെ ഭൂമിയിൽ നാം സ്വാധീനം നൽകിയാൽ നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സകാത്ത് നൽകുകയും സദാചാരം സ്വീകരിക്കാൻ കൽപ്പിക്കുകയും ദുരാചാരത്തിൽ വിലക്കുകയും ചെയ്യുന്നവരത്രേ അവർ ആ മർദിദർ. കാര്യങ്ങളുടെ പര്യവസാനം അല്ലാഹുവിനുള്ളതാണ്. ഈ ആയത്ത് പറയുമ്പോ പല ആളുകൾക്കും കണ്ണു തുറക്കേണ്ടതുണ്ട്. എന്താ, ഇസ്ലാമിക ഭരണം കിട്ടുന്നത് പോലെ എന്തിനാണ് അള്ളാഹ് പറയുന്നത്? നിസ്കാരം കൃത്യമായിട്ട് ആരെയും പേടിക്കാതെ നിർവഹിക്കാൻ, സകാത്ത് കൃത്യമായിട്ട് കൊടുക്കാൻ, പിന്നെ സദാചാരം കൽപ്പിക്കാനും ദുരാചാരം വിരോധിക്കാനുള്ള അവസരം ഉണ്ടാക്കാൻ. ഞാൻ പറയുന്നു, ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണത്തിന് ക്ഷമിക്കേണ്ടതില്ല. അള്ളാഹിന്റെ ഗ്രന്ഥം അനുസരിച്ച് ഞാൻ പറയണില്ല. മറിച്ച് നമ്മൾ അള്ളാഹ് പറഞ്ഞേ ചെയ്താൽ മതി. അത് ചെയ്താൽ അള്ളാഹ് ഉദ്ദേശിച്ചിട്ടുണ്ടോ അത് അള്ളാഹു നമുക്ക് തരുന്ന സമ്മാനമാണ്. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്ത്.
ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖലഫല്ലദീന മിൻ ഖബലിഹിം. അല്ലേ? വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂർ 24-ാം അധ്യായം 55-ൽ പറയാം, സത്യവിശ്വാസികൾക്ക്, ഈമാനുള്ള ആളുകൾക്ക്, യഅ്ബുദൂനനീ ലാ യുശ്രികൂന ബി ശൈഅ, എന്നെ ആരാധിക്കുന്ന, എന്നിൽ ശിർക്ക് ചെയ്യാത്ത, ഞാനല്ലാത്തവരോട് പ്രാർത്ഥിക്കാത്ത മുവഹിദുകൾ ഉണ്ടായാൽ നാം അവർക്ക് ഭരണം കൊടുക്കുന്ന. ഫിറൗന് കൊടുത്ത ഭരണം അതിന്റെ പേരിലല്ല, അത് പരീക്ഷണ. നമുക്ക് തരുന്നതും പരീക്ഷണമാണ്, പക്ഷെ അത് അള്ളാഹുവിന്റെ ഇഷ്ടത്തിനൊത്ത സമ്മാനമാണ്. അത് അള്ളാഹു നൽകുന്ന സമ്മാനമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ആയത്ത് സൂറത്ത് ഹജ്ജിലെ ഈ 41-ാമത്തെ ആയത്ത് പറയുന്നത് മർദ്ദിതർക്ക് നാം സ്വാധീനം കൊടുക്കുന്നത് കൃത്യമായിട്ട് 5 നേരം നിസ്കരിക്കാനും സക്കാത്ത് കൊടുക്കാനും സദാചാരം കൽപ്പിക്കാനും ദുരാചാരം വിരോധിക്കാനാണ്. ഇനി ഇന്ത്യ ഭരിച്ചിരുന്ന നരസിംഹറാവുവിനെ ഒരു പ്രഗത്ഭനായ പ്രാസംഗികൻ, ഇപ്പൊ അദ്ദേഹത്തിന്റെ സ്ഥിതി എല്ലാവർക്കും അറിയാം, അദ്ദേഹം പറഞ്ഞത് ആ നികട്ടെന്തുവിന്, ആ കൊരങ്ങിന് അത്ര ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു രാജ്യത്ത് ബാക്കി ലോകത്ത് അച്ചടച്ച് ഭരണം ഉണ്ടാക്കണമെന്ന് പറയുന്നത് ഖുർആനിനെതിരാണ്, വിശുദ്ധ ഖുർആനിനെതിരാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ചോദിക്കട്ടെ, 5 നേരം നിസ്കരിക്കുന്നതിന് ആർക്കും അവിടെ തടസ്സമുള്ളത്? സക്കാത്ത് കൊടുക്കുന്നതിന് ആർക്കും അവിടെ തടസ്സമുള്ളത്? ഇവിടെ സക്കാത്ത് കൊടുക്കുന്നതിന് തടസ്സം ഭരണകൂടമല്ല, ഖുറാഫി മുസ്ലിയാക്കന്മാരാ. ചെങ്ങായിമാരെ, നിങ്ങൾക്ക് എന്താ നേരം വെളുക്കാത്ത? എന്താ നേരം വെളുക്കാത്ത? ഇവിടെ സക്കാത്ത് സെൽ ആദ്യം രൂപീകരിച്ച മുജാഹിദ് പ്രസ്ഥാന, സംഘടിത സക്കാത്ത് ജമാഅത്തെ ഇസ്ലാമി മുജാഹിദും ഒക്കെ കൊടുക്കുന്നത് ഇവിടെ ഭരണകൂടം ഉണ്ടായിട്ടാ? അള്ളാന്റെ ഗ്രന്ഥാണ് ഈ പറയുന്നത്. ഭൂമിയിൽ അവർക്ക് സ്വാധീനം കൊടുക്കുന്നത് എന്തിനാ? അത് കിട്ടിക്കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന കാര്യം എന്താ? അപ്പൊ എന്തിനാ അത്? അതുകൊണ്ട് ആ മക്കത്ത് നിന്ന് നാട് വിട്ടുപോകാൻ ശ്രമിച്ചപ്പോ യഹൂദന്മാര് തടഞ്ഞതും പല പ്രശ്നങ്ങളുണ്ടാക്കി. നിസ്കരിക്കാൻ കൃത്യമായിട്ട് പറ്റില്ല. നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ എന്താ ഉണ്ടായത്? കൊടൽമാലാർത്തി, അല്ലേ? നിസ്കരിക്കാൻ സമ്മതിച്ചില്ല, ബഹളുണ്ടാക്കി, കൂക്ക് വിളിച്ചു, പരിഹസിച്ചു, അപഹസിച്ചു. അയാൾ